എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മനോജ് സാർ, എല്ലാവർക്കും. എൻ്റെ പേര് ഗീത സുരേഷ്. ഞാൻ എടത്തല പഞ്ചായത്ത് ആലുവ. എന്നെ ഈശ്വരന്റെ കയ്യൊപ്പുള്ള ഈ പ്രൊഡക്റ്റിനിലേക്ക് എത്തിച്ചത് കളമശ്ശേരി എറണാകുളം യൂനിസ് ബായി ആണ്. എന്തായാലും നല്ലൊരു കാര്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈ പ്രഭാതം തന്ന ഈശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മഹാനായ എന്താ പറയാ രാജു ഡോക്ടർ സാർ. അദ്ദേഹം നമ്മൾ ഈ ബയോഡ്രോത്തിന്റെ ഒരു അഹങ്കാരം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് നമ്മൾ കുറെ കാലമായി കേൾക്കുന്നു. എനിക്ക് ഭയങ്കരമായി എന്നെ സ്വാധീനിച്ച ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ നമ്മുടെ പില്ലോപ്പാട് നെഞ്ചിൽ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ കഫം പോകുമെന്നുള്ള ഒരു അത് എന്ന് ഞാൻ ഓർക്കും സാറിനെ. കാരണം എൻ്റെ മോനാണ് ഞാൻ അത് ആദ്യമായി പരീക്ഷിച്ചത്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അവന് കഫത്തിന്റെ പ്രശ്നമൊക്കെ മാറി. അതുകൊണ്ട് തന്നെ രാജു സാർ എപ്പോ കയറിയാലും നമുക്ക് മറാക്കളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. സാറിന്റെ തലയിൽ കുരു വന്ന കാര്യവും അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടും. അപ്പൊ അദ്ദേഹത്തിന് നെയിംസ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ ഇന്ന് ഒത്തിരി അധികം സന്തോഷിക്കുന്നു. എനിക്ക് ഒത്തിരി അദ്ദേഹത്തെ ഞാൻ ആരാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന ഓരോ ക്ലാസ്സും നമുക്ക് ഒത്തിരി ശ്രദ്ധാപൂർവം കേൾക്കണം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യണം. ഇടയ്ക്ക് സംഭാഷണം ഒന്നും ഉണ്ടാവരുത്. ക്യാമറ ഓണാക്കാൻ പറ്റുന്നവർ ഓണാക്കുക, അല്ലാത്തവര് കേട്ടാ മതി. ഓരോരുത്തർക്കും ഓരോ അസൗകര്യങ്ങളുണ്ട്. എനിക്കിപ്പോ കുറച്ച് ദിവസമായിട്ട് ഇച്ചിരി അസൗകര്യമാണ്. കയറി കുറച്ച് കഴിയുമ്പം ക്യാമറ ഓഫ് ആക്കിയെങ്കിലും ഞാൻ കേൾക്കും. അപ്പൊ എല്ലാവരും അദ്ദേഹത്തിന്റെ ക്ലാസ് വളരെയധികം ശ്രദ്ധാപൂർവം കേട്ടിരിക്കുക. എല്ലാവരോടും ഒരു റിക്വസ്റ്റ് പറയുകയാണ് ഞാൻ. എല്ലാവരും എല്ലാ ലീഡേഴ്സും കയറുമ്പോൾ നമ്മൾ പറയാറുണ്ട്. കാരണം നമുക്ക് വേണ്ടി എന്തോ ഒരു സമയം അവര് റിസ്ക് എടുത്തിട്ടാണ് നമുക്ക് ഈ ക്ലാസ് തരുന്നത്. അത് വളരെ ശ്രദ്ധാപൂർവം എല്ലാവരും കേട്ടിരിക്കുക. ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് കിടക്കുന്നതിന് അധികം സംസാരിച്ച സമയം കളയുന്നില്ല. കാരണം നമ്മുടെ ഡോക്ടർ സാറിന്റെ വാക്കുകൾ നമുക്ക് ഒത്തിരി പ്രയോജനപ്പെടും. അദ്ദേഹത്തെ എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെ അനുഭവത്തോടുകൂടി ഞാൻ സോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് എവരിബഡി. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോറത്തില് നിങ്ങളോടൊപ്പം അല്പസമയം ആയിരിക്കാനായിട്ട് അനുവദിച്ച ദൈവത്തിന്റെ സ്നേഹത്തിനാണ് നന്ദി പറയുന്നത്. തീർച്ചയായിട്ടും അതിന് മുഖാന്തരമായ നമ്മുടെ ലീഡേഴ്സ് സാഗർ ജോഷി, മനോജ് സാർ, എല്ലാവരും ഞാൻ ഓർക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും ഇവർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും, ഞങ്ങളുടെ ബൈബിളിൽ പറയുന്നുണ്ട്, പ്രേയർ ഈസ് പവർ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മാഗ്നറ്റിസത്തിന് ഈ പവർ കൂടണമെങ്കിൽ നമുക്ക് ആ ഒരു പ്രേയർ എന്ന് പറഞ്ഞ സംഗതി വേണം. കാര്യം എന്ന് വെച്ചാല് ദൈവത്തിന്റെ സൃഷ്ടിയുടെ ആദ്യത്തെ മഹനീയമായ സൃഷ്ടിയിലെ ഒന്നാണ് ആകാശവും ഭൂമിയും. ബൈബിളിൽ പറയുന്നുണ്ട്, ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സൃഷ്ടാവിന്റെ ആ മഹത്തരമായ സൃഷ്ടിയിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരസുഖം വരില്ല. കാരണം ദൈവം 2 ഡോക്ടർമാരെ സൃഷ്ടിച്ചതിന് ശേഷമാണ് എല്ലാ ജീവജാലങ്ങളെയും ഈ ലോകത്ത് സൃഷ്ടിച്ചത്. അങ്ങനെ വിശ്വസിക്കുന്നവരോ അങ്ങനെ അതാണ് യഥാർത്ഥ വിശ്വാസം. അതിനകത്ത് നമുക്ക് നെഗറ്റീവായിട്ട് ഒരുപാട് വേറെ തിയറിയൊക്കെ പറയാം. പക്ഷെ എൻ്റെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഈ ഭൂമി. അത് സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടാണ് സകല ചരാചരങ്ങളെയും ഈ ദൈവ ലോകത്ത് സൃഷ്ടിച്ചത്. അപ്പൊ ദൈവം മുന്നമേ കണ്ടു ഈ ലോകത്ത് ജീവിക്കുന്നവരെല്ലാം കുറച്ച് കഴിയുമ്പോൾ എന്നെ വിട്ട് മാറിപ്പോവും, എന്റെ എനർജി അല്ലെങ്കിൽ ഞാൻ പറയുന്നൊന്നും കേൾക്കില്ല. അതുകൊണ്ട് അസുഖങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കഷ്ടങ്ങളും സങ്കടങ്ങളും എല്ലാ രീതിയിലുള്ളത് ഭൂമിയിൽ ഉണ്ടാവുന്നൊക്കെ ദൈവം മുന്നേ കണക്കാക്കി. അതുകൊണ്ടാണ് ഈ 2 ഡോക്ടർമാരെ നമുക്ക് പറയാം അല്ലെ. ഭൂമിയിലുള്ള ഡോക്ടർ ആരാ? എർത്ത്. മേളിലുള്ള ആകാശത്തുള്ള ഡോക്ടർ ആരാ? സൂര്യൻ. ഈ ഹിന്ദുസില് എന്താ പറയുന്നത്? എർത്തിനെ ഭൂമി ദേവി എന്നാ പറയുന്നത്. ആകാശത്തിലുള്ള സൂര്യനെ സൂര്യ ഭഗവാൻ എന്നാ പറയുന്നത്. അപ്പൊ ദേവന്റെയും ഭഗവാന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ജീവജാലങ്ങൾക്കും അസുഖം വരില്ല. പക്ഷെങ്കിൽ നമ്മിന്ന് അതല്ല, നമ്മൾ വ്യതിചരിച്ചു പോയി. അപ്പൊ നമ്മൾ ആ ശിക്ഷ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ആ ശിക്ഷയുടെ അനുഭവം, ആ ശിക്ഷയിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സൂം മീറ്റിങ്ങിൽ ഇരിക്കുന്നത്. ഒരു സംശയമില്ല. അപ്പൊ അതിൻ്റെ അകത്തൊന്നൊന്ന് കരകയറണം.
അതിനാണ് ഡോക്ടർ സാഗർ ജോഷി കൂടെ ദൈവം പ്രവർത്തിച്ച് വീണ്ടും നമ്മളെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കുന്നത്. ആ ശ്രമം ഒരു പരിധിവരെയൊക്കെ വിജയിക്കുന്നുണ്ട്, 100% വിജയിക്കുന്നില്ല. എന്തെന്നാൽ ഇത് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത സംഭവം. നമ്മുടെ ഈ ബയോടെക്നോളജിയുടെ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ, ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്, ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നോ ബഡി ഇൻ ദ വേൾഡ് വിൽ ബിലീവ് ഫസ്റ്റ് ടൈം. ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ബെത്ത കിടന്നൊന്നും പറഞ്ഞ അസുഖം മാറും. എന്തോ ഈ പറയുന്നത്? ഇത് എല്ലാവർക്കും ഓരോരുത്തരുടെ നമ്മൾ മുന്നേ ചെന്ന് ചോദിക്കുമ്പോൾ പറയുമ്പോൾ നീ എന്റെ പണി നോക്കണേ, നീ ഇതൊരു ഡോക്ടർ ആയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നോട് എന്റെ കൂട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലെ, ഞാനൊരു നിങ്ങളല്ല എന്നെ ഡോക്ടർ എന്ന് വിളിച്ചാൽ മതി, രാജു സാർ എന്ന് വിളിക്കണ്ട. എനിക്കതാ ഇഷ്ടം. എന്റെ പ്രൊഫഷനെ ചേർത്ത് DR ചേർത്ത് വിളിക്കുന്ന ഡോക്ടർ രാജു എന്ന് വിളിച്ചാൽ മതി. രാജു, ഞാൻ സാറൊന്നുമല്ല. അപ്പൊ ഞാൻ തീർച്ചയായിട്ടും ഒരു വെറ്റിനറി ഡോക്ടർ ആയതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ഈ സൂമിന്റെ മുന്നിൽ ഈ മാഗ്നറ്റിസത്തെ പറ്റി ഞാൻ ഒന്ന് ക്ലാസ് എടുക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടിയത്. ഞാനൊരു ഹ്യൂമൻ ഡോക്ടർ ആണെങ്കിൽ ഒരിക്കലും ഞാൻ ക്ലാസ് എടുക്കാൻ വരില്ല. അത് അവിടെ ആ ഹ്യൂമൻ ഡോക്ടറുടെ പ്രൊഫഷൻ എത്തിക്സിനെതിരാണ് ഈ സംഭവം. ഈ നടക്കുന്ന നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ഈ സംഭവം മെഡിക്കൽ എത്തിക്സിനെതിരാണ്. അപ്പൊ മെഡിക്കൽ ഡോക്ടേഴ്സ് എപ്പോഴും അവർ പഠിച്ചതേ പാടാൻ പറ്റത്തുള്ളൂ. അവർ പഠിച്ചിറങ്ങുമ്പോൾ അവർ ഓത്ത് ചെയ്യുന്ന, ഞാൻ 5 വർഷക്കാലം ഞാൻ പഠിച്ച ഈ വലിയ സത്യം ഞാൻ മരിക്കുന്നിടം വരെ നിലനിൽക്കുകയും അതിൽ പ്രവർത്തിക്കുകയും അതിൽ കൂടെ ഞാൻ രോഗികളെ ചെയ്യുമെന്ന് പറഞ്ഞ് അവർ ഓത്ത് ചെയ്യുന്നതാണ്. അപ്പൊ ഇപ്പം തന്നെ എനിക്കറിയാം, എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, അല്ല മെഡിക്കൽ ഡോക്ടേഴ്സിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ചില ഫ്രണ്ട്സ് എൻ്റെ ആരാണ്ട് യൂട്യൂബിൻ്റെ അകത്തൂടെ ഇട്ട ഇത് എന്നെ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടാ, നീ എന്നാ ഈ പറയുന്നത്, ഞങ്ങളുടെയൊക്കെ കഞ്ഞി പാറ്റ ഇടുകയാണോ എന്നോട് ചോദിച്ച മെഡിക്കൽ ഡോക്ടേഴ്സ് ഉണ്ട്. അസുഖം വരാതെ എങ്ങനെയാ ഞങ്ങൾ ജീവിക്കുന്നത്, ഡോക്ടർമാർ ജീവിക്കുന്നത് എങ്ങനെയാ, ഈ മെഡിക്കൽ സയൻസ് വളരുന്നത് എങ്ങനെയാ, എത്ര ലാഭം, എത്ര പ്രശ്നങ്ങൾ, എത്ര ജോലിക്കാർ, എത്ര ഉപജീവനമാർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഇതൊന്നും പറയില്ല എന്ന് എന്നോട് ഡോക്ടേഴ്സ് തന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ കൊളീഗ്സ് തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ ഇതിന്റെ പുറകെ നടക്കുന്നത് എന്നതിനാ. അപ്പൊ അങ്ങനെ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു വെറ്റിനറി ഡോക്ടർ ആയതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ എന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തേനെ. ഞാൻ IMA മെമ്പർ ആയിരുന്നെങ്കിൽ, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ രജിസ്റ്റേർഡ് ഡോക്ടർ ആയിരുന്നെങ്കിൽ അവര് ഡോക്ടേഴ്സിന്റെ എന്നെ ഇതിന്റെ അകത്ത് രജിസ്ട്രേഷൻ ഒന്നും മാറ്റിയേനെ. അപ്പൊ ഇപ്പൊ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ വെറ്റിനറി ഡോക്ടർ ആയതുകൊണ്ട്. കാരണം ഞങ്ങളുടെ സയൻസ് ഇതാ, മാഗ്നറ്റിസം. ഞങ്ങളുടെ പേഷ്യന്റിന് ഏറ്റവും അവരുടെ ദൈവം എന്ന് പറഞ്ഞ മാഗ്നറ്റിസം. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാൻ ഞാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അവസാനം ഞാൻ എല്ലാ ക്ഷീരകർഷകരെയും ഒരു ലെവലിൽ, എന്റെ പരിധിയിലുള്ളവരെ എല്ലാവരും ഒരു ലെവലിൽ ഞാൻ കൊണ്ടുവന്നു. പശുവിനെ മുറ്റത്ത് എഴുത്തിൽ കെട്ടാൻ പാടില്ല, അവർ പ്രകൃതിയുടെ മക്കളാണ്, പ്രകൃതിയുടെ വരദാനങ്ങളാണ് മാഗ്നറ്റിസം. ഭൂമി, വായു, മഞ്ഞ്, മഴ, വെയില്, അത് അവർക്ക് വേണം എന്ന് നമ്മൾ പറഞ്ഞ് അവരെ നേരെ അങ്ങോട്ടാക്കിയപ്പോൾ എന്ത് ചെയ്തു? എനിക്കൊരു ഉപദ്രവമായി, അല്ലേ? അത് ഞാൻ ചുമ്മാ പറയാൻ തന്നെ, എനിക്ക് ചികിത്സ ഇല്ലാതായി. മറ്റേത് നമ്മൾ വേറെ പ്രൈവറ്റ് പ്രാക്ടീസ് ആയിട്ട് വേറെ പശുക്കളുടെ ഒക്കെ വീട്ടിൽ പോയി ചികിത്സ ചെയ്യുമ്പോൾ നമുക്ക് പ്രൈവറ്റ് പ്രാക്ടീസിന്റെ ഫീസൊക്കെ കിട്ടും. ഇപ്പം എന്റെ കീഴിൽ ഉള്ള പശുവിനെ വളർത്തുന്ന ക്ഷീരകർഷകരുടെ പശുക്കൾക്ക് അസുഖമില്ല. എന്താ കാര്യം? ഞാൻ ആദ്യമേ പശുവിന് എന്തെങ്കിലും അസുഖം വരുവാണ് എന്ന് എന്നെ വിളിച്ച് രാവിലെ തൊട്ട് ഒരു 6 മണി തൊട്ടേ വിളിക്കാൻ തുടങ്ങും. പശുവിന് അസുഖം വന്നോ, ഇപ്പൊ അകിടിവിക്കമായോ, അല്ലെ പശു എണ്ണിക്കുന്നില്ലേ, നിങ്ങൾ എവിടാ പശുവിനെ കെട്ടിയിരിക്കുന്നത്? ആദ്യമേ ചോദിക്കുന്ന ഏതാ? എടുത്തില്ല. ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി അങ്ങ് ചെയ്യും. നിങ്ങൾ അഴിച്ച് വെളിയിലോട്ട് കെട്ട് കുറച്ച് പച്ചവെള്ളം കോരി അതിന് ദേഹത്തൊഴി. ഇതാണ് ആദ്യത്തെ ട്രീറ്റ്മെന്റ്. ഇനി ചുപ്പും മൺസാരയും കൂടെ വായിലോട്ട് വരച്ചുകൊണ്ട്. അപ്പൊ അതെന്ന് വെച്ചാൽ ആദ്യമേ അവരുടെ ഡോക്ടർക്ക് കൊടുക്കുക, പ്രകൃതിയുടെ ഡോക്ടർ, അവരുടെ ഡോക്ടർക്ക്, നേച്ചർ ഡോക്ടറിന് കൊടുക്കുക, ഭൂമിയിൽ വലിച്ചിടുക. ഇപ്പൊ ചില ദിവസം രാവിലെ എണ്ണിക്കുമ്പോൾ ഈ പശുക്കള് വീണ് കിടക്കും, പാൽപ്പനി എന്ന് പറയും. അപ്പം സാറേ രാവിലെ പശു കറക്കാൻ ചെന്നെ എണ്ണിക്കുന്നില്ല, പശു ആകെ ചത്ത രീതിയിലാണ് കിടക്കുന്നതെന്ന് പറയും. അപ്പൊ നമ്മൾ പറഞ്ഞു, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും വരാൻ പറ്റുള്ളൂ, നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾ ഈ പശുവിനെ 2-3 പേരെയും കൂടെ വിളിച്ചിട്ട് വലിച്ച് കാലയിലും കയ്യിലും കൂടെ വലിച്ച് മണ്ണിലോട്ട് ഇടുക. എന്നിട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ കോരി ഉപ്പും മൺസാരയും കൂടെ വായിലോട്ട് തെറിച്ചു ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. ഈ ഫസ്റ്റ് എയ്ഡിൽ തന്നെ ഒരു മിക്കവാറും കേസുകൾ അത് ശരിയാവും. കുറച്ച് കഴിയുമ്പോൾ സാറ് ഇപ്പം വരണ്ട കേട്ടോ, പശു ഇപ്പൊ എണ്ണിച്ചെന്ന് തീറ്റ ചെയ്യുന്നു. എന്താ കാര്യം? ആ സബ്ജക്റ്റായിരുന്നു നമ്മൾ ഇവിടുത്തെ നമ്മൾ ആ സബ്ജക്റ്റിലായിരുന്നു നമ്മൾ ഊന്നി നിൽക്കുന്നത്. അപ്പം നമ്മുടെ ഈ ലോകത്തില് വലിയൊരു ഡോക്ടറെ സൃഷ്ടിച്ചു ഭൂമി, അല്ലെ? അതിന്റെ പ്രസൻസ് വേണം നമുക്ക്. പിന്നെ മേളിലുള്ള സൂര്യൻ,
വെളിച്ചം തരുന്നതായ സൂര്യന്റെ പുറപ്പെടുന്നതായ റേഡിയേഷൻ, അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. അപ്പൊ നമ്മൾ പണ്ട് പറയുമല്ലോ, നമ്മൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നെസസിറ്റി ഓഫ് എ ലൈഫ്. എന്നുവെച്ചാൽ ഒരു ജീവിതത്തിന് ലൈഫിന് ആവശ്യമുള്ള ഘടകങ്ങൾ എന്തൊക്കെ. നമ്മൾ അന്നേരം ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്. ഞാൻ ഇതിന് ആൻസർ ചെയ്തിട്ടുണ്ട്. ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ, അല്ലെ? ആഹാരം, വസ്ത്രം, പാർപ്പിടം. ഇപ്പൊ ഈ 3 നമ്മുടെ ഒരു ഹ്യൂമൻ ബീങ്സിന് ആവശ്യമാണ്. പക്ഷെങ്കില് ആഹാരവും പാർപ്പിടവും പിന്നെ ക്ലോത്തിങ്ങും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ നല്ലപോലെ ജീവിക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പൊ നമ്മൾ സയൻസിലോട്ട് കിടക്കണം. ആ ഹ്യൂമൻ ബീങ്സിന് ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ, അത് വസ്ത്രം ധരിക്കാനുള്ള ഒരു ഹ്യൂമൻ ബോഡിക്കുള്ള ശക്തി, ആഹാരം കഴിക്കാനുള്ള ശക്തി, പിന്നെ വീട്ടിൽ താമസിക്കാനുള്ള ശക്തി, ആ ഒരു മനുഷ്യ ജീവൻ എവിടുന്ന് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ പോകേണ്ടത്. അത് എവിടുന്നാ കിട്ടണ്ടേ? ആ ഭൂമിയിൽ നിന്നേ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് പറയുന്നത് കാട്ടിലെ പക്ഷി മൃഗാദികൾ, ഏതെല്ലാം ജന്തുജീവികളുണ്ട് കാട്ടിൽ വസിക്കുന്നത്. മനുഷ്യരില്ലേ, എത്ര ട്രൈബ്സ് ജീവിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ? ഇന്ന് വരെ കാട്ടിലുള്ള ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ആമസോണിക്കോ ജീവിക്കുന്ന എത്രമാത്രം ജനങ്ങളുണ്ട്, അല്ലേ? അവർക്കൊന്നും പക്ഷിമൃഗാദികൾക്കൊന്നും അസുഖമില്ല. എന്നാൽ അവയെ പിടിച്ച്, ഒരു പശുവിനെ പിടിച്ച് നമ്മൾ ഈ വീട്ടിൽ കൊണ്ടുവന്ന് അതിന് കുത്തിവെച്ച് നല്ല വീട് പോലുള്ള ഒരു എഴുത്തിലൊക്കെ പണിഞ്ഞു കൊടുത്ത് അതിൻ്റെ അകത്ത് സംരക്ഷിക്കുമ്പോൾ അതിന് അസുഖമായി. ഞങ്ങളെപ്പോലുള്ള ഡോക്ടേഴ്സിന് ആവശ്യമുണ്ട്. സെയിം കേസാ മനുഷ്യന് ഏറ്റവും സുഖലോലുപത കൂടിയപ്പോൾ, സിസ്റ്റാവിന്റെ സൃഷ്ടിയെ അറിയാതെ വന്നപ്പോൾ ഒരു രോഗത്തിന് അടിമയായി. ഇനിയിപ്പോ നമ്മൾ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാനിപ്പോ ഈ ഭൂമിക്കൂടെ കയറി പറയാം, ഈ നിങ്ങളൊന്നും ചെയ്യണ്ട, നമ്മുടെ ഭൂമിയാണ് ഏറ്റവും വലിയ ഡോക്ടർ, അതാണ് ഈ ബിഗ്ഗസ്റ്റ് മാഗ്നറ്റ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ എന്നെ തിരി വിളിക്കും. സാർ, പഴയ ആൾക്കാർ എന്താ ഇപ്പോഴത്തെ യുവത്തേനുള്ള കാര്യത്തെ പറ്റി പറ, ഇപ്പം നമുക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ളതിനെ പറ്റി പറ എന്ന് നിങ്ങൾ പറയത്തില്ല? എല്ലാവരും പറയും, അല്ലേ? ഇന്ന് അത് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് നമുക്ക് ഇന്ന് ഈ മഹനീയമായ പ്രോഡക്റ്റ് നമ്മള് വീട്ടിൽ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന, നമ്മുടെ രാത്രികാലങ്ങളിൽ ഏറ്റവും സ്നേഹിക്കുന്ന ആരെയാ? ബെഡിനെയാ സ്നേഹിക്കുന്നത്. അവിടെ തന്നെ കൊണ്ടുവന്നു. അതാണ് അതിന്റെ രസം. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏതാ? ഉറക്കം കിട്ടണമെന്നുള്ളതാണ് എല്ലാവരുടെയും പ്രാർത്ഥന, അല്ലേ? രാത്രിയില് പകൽ സമയം മാത്രം നമ്മൾ ജോലി ചെയ്തു, രാത്രി നമുക്ക് റെസ്റ്റ് വേണം. ആ റെസ്റ്റ് നമുക്ക് നല്ലൊരു ബെഡേ കിടക്കണം. ഇപ്പൊ ഓൾറെഡി ഇപ്പം പണ്ടാണ് തടിക്കട്ടിയിലും കമ്പിളിയും പുൽപ്പായ്പായും. ഇപ്പൊ എല്ലാവരുടെ വീട്ടിലും നല്ല ഹൈ ക്വാളിറ്റി ബെഡുണ്ട്. അതിന്റെ മേളിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി ബെഡാണ് നമ്മൾ ഇടുന്നേ മേളിലോട്ട്. അത് മാറ്റണ്ട. അതിന്റെ മേളിൽ ഇടുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നേ? നമുക്കെല്ലാം കിട്ടും അവിടുന്ന്. ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ബെനിഫിറ്റും നമുക്ക് നമ്മുടെ സ്വന്തം ബെഡിൽ തന്നെ നമുക്ക് കിട്ടും. ഒന്നും അന്വേഷിക്കണ്ട. അതിനൊന്നും ചാർജിങ് ഒന്നുമില്ലല്ലോ. അത് എല്ലാ കാര്യത്തിലും എന്താ പറയുക, ഒരു സർവീസിങ് ഉണ്ട്, അല്ലേ? കാർ വാങ്ങിച്ചാൽ സർവീസ് ചെയ്യണം, അല്ലെ മിക്സി വാങ്ങിച്ചാൽ എന്തിനും ഒരു സർവീസിങ് വേണം. പക്ഷെ നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു സർവീസിങ് വേണ്ട. നമ്മുടെ ആയുഷ്കാലം അതേ കൊണ്ട് അവസാനിപ്പിക്കാം. എന്നിട്ട് പിന്നെ നമ്മളിപ്പോ നേരത്തെ ഭരിച്ചു പോകണം, നമ്മുടെ പിള്ളേരെ കൊച്ചുമക്കളെ എടുത്തോട്ട് ഒരു റീഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അപ്പം നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാനുള്ള കോംപ്ലിക്കേഷൻസും ഇല്ല. ചുമ്മാ കൊണ്ട് ബെഡിന് വെളി വിരിച്ചിടുക, ഒരു കോട്ടൺ ഷീറ്റ് ഇടുക, പിന്നെ അത് പ്രവൃത്തി ചെയ്തോളും. ഇപ്പൊ നമ്മളിപ്പം തറയെ കിടക്കുക, ചെരുപ്പില്ലാതെ നടക്കുക, നമ്മൾ അറിയുന്നുണ്ടോ നമ്മുടെ ശരീരത്തിൽ ഈ മണ്ണിൽ നിന്ന് എന്തെല്ലാം പ്രവർത്തനം നടക്കുന്നുണ്ടോ നമ്മൾ അറിയുന്നുണ്ടോ? അതിനാണ് നമ്മൾ പറയുന്നത് മാഗ്നറ്റിസം ഈസ് ആൻ അൺസീൻ പവർ ഓഫ് ദ വേൾഡ് എന്നാ പറയുന്നത്. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അദൃശ്യമായ ഒരു ശക്തിയാണ് മാഗ്നറ്റിസത്തിനുള്ളത്. അതിനെ അനുഭവിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ ശക്തി നമുക്ക് യഥാർത്ഥത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ വില്ലൻ, അതായത് നമ്മുടെ മാഗ്നറ്റിസം, ആരും കൊണ്ടുവന്നൊന്നും വെച്ചൊന്നും അല്ല. ഇപ്പൊ മാഗ്നറ്റിസത്തിന്റെ അകത്ത് ഒരു മേഡ് സാധനമൊന്നുമല്ല. അതിന്റെ ഒറിജിനൽ എന്ന് പറഞ്ഞ ഭൂമിയിൽ നിന്നാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് എന്താ? ഹൈടെക് യുഗത്തിലാണ്. അതിൽ ഡെവലപ്പ് ചെയ്ത ഒരു ടെക്നോളജിയാണ് നാനോ ടെക്നോളജി. നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ, ചുരുക്കം പറഞ്ഞാൽ, ചെറുതാകും തോറും പവർ കൂടും, ചെറുതാകും തോറും പവർ കൂടും, ചെറുതാകും തോറും പവർ. അതുകൊണ്ടാണ് നമ്മൾ ഈ കമ്പ്യൂട്ടറിന്റെ ഒക്കെ അല്ലേ ഏറ്റവും ചെറിയ സാധനത്തിൽ ഒരു ചിപ്പിന്റെ അകത്തുനിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അത് നാനോ ടെക്നോളജി. അത് ഇപ്പോഴത്തെ, അത് മനുഷ്യൻ കണ്ടുപിടിച്ചാണ്. അത് ദൈവം ഒന്നും കണ്ടുപിടിച്ചില്ല. മനുഷ്യന്റെ തലമണ്ടയിൽ നിന്ന് ഉദിച്ച ആശയങ്ങളും രൂപങ്ങളുമാണ് നാനോ ടെക്നോളജി. അതിൽ രൂപകൽപ്പന ചെയ്താണ് ആ പൗഡർ നിക്കൽ കോട്ടിംഗ് ആയിട്ട് നമ്മുടെ ബെഡിലാക്കി. അതിന് അതിന് ഡെത്തൊന്നും സംഭവിക്കത്തില്ല. അപ്പൊ അതിൽ കിടക്കുമ്പോൾ ഭൂമിയിൽ എന്തെല്ലാമാണ് ഈ മാഗ്നറ്റിക് എനർജി ചെയ്യുന്നത്
അത് നമുക്ക് ഈ ബെഡിൽ കിട്ടും. ഇപ്പം മനുഷ്യന്റെ ഫിസിയോളജി പറഞ്ഞാല് ഇപ്പൊ നമുക്കറിയാം, നമുക്ക് രണ്ട് രീതിയിലുള്ള എനർജിയാണ് മാഗ്നറ്റിസം നിന്ന് കിട്ടുന്നത് ഭൂമിയിൽ നിന്ന്. നാച്ചുറൽ മാഗ്നറ്റിസം, ഒന്ന് ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന മാഗ്നറ്റിക് എനർജി. അതെല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നോട് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ അത് ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോണം. ഇന്ന് രണ്ട് രീതിയിലുള്ള മാഗ്നറ്റിക് എനർജിയാ പ്രകൃതി നമുക്ക് തരുന്നത്. ഒന്ന് ഡയറക്റ്റ് മാഗ്നറ്റിക് എനർജി ഫ്രം ദ എർത്ത് ഡയറക്റ്റ് ടു ഹ്യൂമൻ ബോഡി, ഡയറക്റ്റ് ടു ആനിമൽസ്. അതിൽ സ്പർശിക്കുമ്പോൾ നമ്മുടെ കാൽപാദങ്ങൾ അല്ലെ കയ്യ് അല്ലെ ബോഡി നമ്മുടെ ഭൂമിയിൽ സ്പർശിക്കുമ്പോൾ കിട്ടുന്ന ഡയറക്റ്റ് എനർജി ഉണ്ട് അല്ലെ. ഇപ്പൊ ഒരു പ്ലഗെ കുത്തി ഒരായണ് ചൂടാകണം, നമുക്ക് തേക്കണം, നമ്മൾ കറക്റ്റ് കറണ്ടിൽ കുത്തുകയാണ്, അപ്പോൾ അയൺ ചൂടാവും. അതുപോലെയാണ് നമ്മുടെ ബോഡിയിൽ ഒരു പ്ലഗിങ് പോയിന്റ് ആണ് കാലിന്റെ ഫൂട്ട്, കാലിന്റെ പാദം. അവിടെയാണ് നമ്മുടെ ഈ 4448 നാഡീ നരമ്പുകൾ അവസാനിക്കുന്നത് അല്ലെ. അവസാനിക്കുമ്പോൾ അത് പ്ലഗിങ് പോയിന്റ്. അത് നമ്മുടെ മദർ മാഗ്നറ്റ് ആകുന്ന ഭൂമിയെ പ്ലഗ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് മാഗ്നറ്റിസം കിട്ടും. അതുകൊണ്ടാണ് കാട്ടിലെ മൃഗങ്ങളും മനുഷ്യരും ഒന്നും അസുഖമില്ല. ഡയറക്റ്റ് മാഗ്നറ്റിസം അവർക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേങ്കിൽ ഇന്ന് നമുക്ക് ആ ഡയറക്റ്റ് എന്നുള്ളത് അത് വെട്ടിക്കളഞ്ഞേ പറ്റുള്ളൂ. കാര്യം ഇന്ന് നമ്മൾക്ക് ഭൂമിയുമായിട്ട് ഒരു ടച്ചുമില്ല. നമ്മൾ ചെരുപ്പേല്, കാറയില്, കട്ടില്, ഭൂമിയുമായിട്ട് ടച്ച്, ഭൂമി ബേയ അഴുക്ക അല്ലെ. അപ്പൊ നമ്മുടെ കാൽപാദം ഡയറക്റ്റ് മുട്ടാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എനർജി കിട്ടുന്നില്ല. പക്ഷേങ്കിൽ എന്നാ പിന്നെ നീ എങ്ങനെയാ ജീവിക്കുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞു, നോ മാഗ്നറ്റിസം വിത്തൗട്ട് ലൈഫ് എന്നാ. മാഗ്നറ്റിസം ഒരു ബോഡിയിൽ ഇല്ലെങ്കിൽ ജീവൻ തുടിക്കാൻ പറ്റില്ല. അന്നേരം ഇതെങ്ങനെ സാധ്യമാകുന്നത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഭൂമിയിൽ ടച്ച് ചെയ്യുന്നില്ല, ഞാൻ ചെരുപ്പയില്ല, ഞാൻ കട്ടിലയില്ല, കാറയില്ല, ഞാൻ പിന്നെ എങ്ങനെയാ ഞാൻ മാഗ്നറ്റിക്സ് എന്റെ ശരീരത്തിൽ ഉണ്ടോ? ഞാൻ എങ്ങനെയാ ജീവിക്കുന്നത്? ആർക്കും അതിനെ കുറിച്ച് നിങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല. വളരെ ഈസിയാ. ഭൂമിയിൽ നിന്ന് ഈ മാഗ്നറ്റിക് എനർജി പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക. അതന്നെയാണ് പറഞ്ഞ് എർത്ത് ഈസ് എ റിച്ച് സോഴ്സ് ഓഫ് മാഗ്നറ്റിസം. മനസ്സിലായി? ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്ന മാഗ്നറ്റിക് എനർജിയിലാണ് ഇപ്പോൾ എല്ലാ ജീവജാലങ്ങളും ജീവിക്കുന്നത്. അത് പക്ഷേ അത് നമുക്ക് സഫീഷ്യന്റ് അല്ല. അവിടെയാണ് പോയിന്റ് വരുന്നത്. നമ്മുടെ ശരീരത്തിലെ എല്ലാ സെൽസും ഫീസ് അല്ലെ വോൾട്ടേജ് കുറഞ്ഞ ബൾബ് പോലാണ് കത്തുന്നത്. അവർക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി യഥാർത്ഥമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം വോൾട്ടേജ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ രോഗത്തിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രതിരോധ ശേഷിയുണ്ട്. അതിനാണ് ഇമ്മ്യൂൺ മെക്കാനിസം എന്ന് പറയുന്നത്. ആ ഇമ്മ്യൂൺ മെക്കാനിസം ഡിമിനിഷ് ചെയ്യും. ഡിമിനിഷ് എന്ന് പറഞ്ഞാൽ താഴോട്ട് വരും. ഈ ഇമ്മ്യൂൺ മെക്കാനിസം താഴോട്ട് വരുമ്പോഴാണ് രോഗപ്രതിരോധ ശേഷി നമ്മളിൽ നിന്ന് വിട്ടുമാറുമ്പോഴാണ് നമ്മുടെ വില്ലന്മാരുണ്ട്. എന്തോ നമ്മുടെ വയറ്റിലും ബ്ലഡിലുള്ള വില്ലന്മാരെ അറിയാമോ? പാതരങ്ങൾ എന്ന് പറയും. ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, പ്രോട്ടോസോയിൻസ്. ഈ 4-5 ടൈപ്പ് ഓഫ് പാതരങ്ങൾ എന്ന് വെച്ചാൽ അണുക്കൾ എന്ന് ചുരുക്കം പരിപ്പര. നല്ല അണുക്കളും ചീത്ത അണുക്കളും നമ്മുടെ ബ്ലഡിലും നമ്മുടെ ടിഷ്യൂസും സെൽസിൻ്റെ അകത്തും ഉണ്ട്. നല്ല അണുക്കൾ നമുക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കും. അതിന് നല്ല ഫുഡ്, ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുത്താൽ മതി. പക്ഷെ പന്ന അണുക്കൾക്ക് ഒരു ഇതുണ്ട്. എന്താണെന്നറിയോ? ഈ പന്ന അണുക്കള് നമ്മുടെ ശരീരത്തില് എന്താ തിന്നുന്നറിയോ? ടോക്സിനാ തിന്നുന്നത്, വിഷങ്ങളാ തിന്നുന്നത് പന്ന അണുക്കൾ. ഈ വിഷങ്ങൾ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ വരുന്നു? നമ്മളെ ചുറ്റും വിഷമല്ലേ? നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇതെല്ലാം വിഷമാണ്. ആ വിഷം നമ്മുടെ ശരീരത്തിൽ എന്തുമാത്രം കയറി കൂടികൊള്ളുന്നോ അതിനനുസരിച്ച് ഈ പന്ന ബാക്ടീരിയ ഡെവലപ്പ് ചെയ്യും. അവരുടെ കോളനി ഇഷ്ടം പോലെ ആവും. അവർക്ക് നല്ല സുവർണ അവസരം. ഇപ്പം അവര് ഫ്ലേവർ അപ്പ് ചെയ്യും. ചെയ്യുമ്പോൾ എന്തറിയും? നല്ല അണുക്കളായിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മളെ നല്ല ജീവിപ്പിച്ചുകൊണ്ടിരുന്ന അണുക്കളെ ഇൻവേഡ് ചെയ്യും. ഇവര് നേതാവാകും. മറ്റവൻ കൊടി പിടിക്കുന്ന കൊച്ചു അണികളാവും. നമുക്ക് വേണ്ടിയത് എന്താ? നല്ല അണുക്കൾ നമ്മൾക്ക് ഡോമിനന്റ് ആകണം, നമ്മളെ ഭരിക്കണം. അപ്പൊ നമ്മൾ കഴിച്ചു കൂട്ടുന്ന വിഷാംശങ്ങൾ വയറ്റി ചെല്ലുമ്പോൾ അവരുടെ ഫുഡ്, പന്ന അണുക്കളുടെ ഫുഡ് ഈ വിഷാംശമാണ്. അപ്പൊ അവർ ആ വിഷം അവരുടെ അകത്ത് തൂറുകയും ചെയ്യും, അതിൻ്റെ അകത്ത് എക്സ്ക്രീറ്റ് ചെയ്യും. അമ്മ നമ്മുടെ ടോട്ടൽ ഇമ്മ്യൂണിറ്റി പവർ, രോഗപ്രതിരോധ ശേഷി നശിക്കും, രോഗത്തിന് അടിമയാവും. അങ്ങനെയാണ് ഒരു ഹ്യൂമൻ ബോഡി അല്ലെ ഏത് രക്തം ഓടുന്ന ഏത് ബോഡിയും ചീത്തയാകുന്നത്. നല്ല അണുക്കൾ കുറയും, പന്ന അണുക്കൾ നമുക്ക് ആവശ്യമില്ലാത്ത അണുക്കൾ രക്തത്തിൽ കൂടുകയും ചെയ്യുമ്പോഴാണ് പിന്നെ ആശുപത്രി പോകുമ്പോൾ എന്തിനാ? ഈ പന്ന അണുക്കളെ ആന്റിബയോട്ടിക് കൊടുത്ത് കൊല്ലുവാനാ.
പക്ഷെ എന്നാലും നല്ല അണുക്കൾ ചാവും ആന്റിബയോട്ടിക് കൊടുത്താൽ? ഇല്ല, ചാവത്തില്ല. അങ്ങനെയാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ പന്ന അണുക്കളെ കൊന്നു കഴിയുമ്പോൾ ആ രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടും. അതുകൊണ്ടാണ് ആശുപത്രി പോകുമ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വേറെ സൈഡ് എഫക്റ്റ് ഉണ്ട്. നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ളതല്ല ആന്റിബയോട്ടിക് മരുന്നൊന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതല്ല, അതിന്റെ ആവശ്യമില്ല. പക്ഷെ അത് കുമിഞ്ഞുകൊള്ളും. അപ്പൊ വേറെ ഓരോ സെൽസിനെയും അതിന്റെ പ്രവർത്തനത്തെ താറുമാറാക്കും. അപ്പോൾ അങ്ങനെയാണ് രോഗത്തിന് അടിമയായി ഏത് അസുഖവും നമുക്ക് കയറി വരാം. ഈ യുഗത്തിൽ, നമ്മളിപ്പോ ഈ ജീവിക്കുന്ന യുഗത്തില് നമ്മൾ മെഡിക്കൽ സയൻസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. എത്ര മാഗ്നറ്റിസം ഉണ്ട്, എത്ര ഈ ബയോട്രിനെ എല്ലാവരുടെ വീട്ടിൽ ചെന്നാലും നമ്മൾ ഡോക്ടേഴ്സ്, ആശുപത്രി, സ്കാനിങ്, മെഡിസിൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആയിപ്പോയി. അത് ആർക്കും ചേഞ്ച് ചെയ്യാം. ഇനിയും പറ്റത്തില്ല അത്. അപ്പൊ അതിന്റെ വെളിച്ചത്തില് ഒരു പരിധി വരെ നമ്മുടെ ഈ ബയോട്രി മാഗ്നറ്റിക് തെറാപ്പി കൊണ്ട് നമുക്ക് ജീവിക്കാം, ഒരു പരിധി വരെ. മനസ്സിലായി? ഇപ്പൊ തന്നെ പെട്ടെന്ന് നമുക്കൊരു വയറ്റ് വേന വന്നു, അപ്പൻഡിസൈറ്റ്, അതിനെ ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ. പെട്ടെന്ന് ഒരു സ്ത്രീക്ക് ഗർഭപാത്രം പിരിഞ്ഞു കിടക്കുന്നു, ആ സ്ത്രീയെ സിസേറിയൻ ചെയ്തെങ്കിലേ എടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ അത് ഓർക്കണം. ഇപ്പൊ ഞാൻ ആ സിസേറിയന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഞാൻ തന്നെ പശുക്കളുടെ പ്രസവം എടുക്കുന്നു, അത് ഭയങ്കര ടഫാ. നോർമലി പ്രസവിക്കും, പക്ഷെ എടുക്കുന്ന പ്രസവം നമ്മള് പശു കിടക്കുമ്പോൾ നമ്മളും അതിൻ്റെ അകത്ത് കിടന്ന് കൈ ഇട്ടിട്ട് അതിന്റെ കുട്ടിയെ തിരിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പൊ ഞാൻ പ്രസവം എടുക്കാൻ പോയില്ല, കാരണം പ്രായമായി. ഗർഭപാത്രം പിരിഞ്ഞു കിടക്കുമെന്ന് പറഞ്ഞു, അതൊക്കെ പശുക്കളെ ഉരുട്ടണം. അത് വലിയ ടോർഷൻ ഓഫ് യൂട്രസ് എന്ന് പറയും. എന്നാൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ കാട്ടിൽ ഏതെല്ലാം ജീവികൾ പ്രസവിക്കുന്നു, അവരുടെ എല്ലാം പ്രസവം എടുക്കാനായിട്ട് ഇത് പോകുന്നുണ്ടോ? ഡോക്ടർമാർ പോകുന്നുണ്ടോ? അല്ലെ പ്രസവ സംബന്ധമായിട്ട് അവർ ചാവുന്നുണ്ടോ? ഒന്നുമില്ല. അതാണ് നമ്മുടെ ഭൂമിയുടെ ബെനിഫിറ്റ്. അതാണ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഭൂമിയുടെ കാന്തിക ശക്തിയുടെ അട്രാക്ഷൻ ആണ് നോർമലൈസേഷൻ ഓഫ് ഹ്യൂമൻ ബോഡി. അപ്പൊ നേച്ചർ മാഗ്നറ്റ് ചെയ്യുന്നത് നോർമലൈസേഷൻ ഓഫ് ഹ്യൂമൻ ബോഡിയാണ്. മനസ്സിലായില്ലേ? നേച്ചർ മാഗ്നറ്റ്. അപ്പൊ അവര് ഗർഭപാത്രം പിരിഞ്ഞു കിടന്നാലും അവർ അതിൻ്റെ അകത്ത് തന്നെ കിടന്നു, അവർ തന്നെ ഉരുളു, അവർ തന്നെ ഡോക്ടേഴ്സാണ്. പക്ഷിമൃഗാദികളിലേക്ക് ഡോക്ടർമാർ വേണ്ട. അവരുടെ പ്രകൃതിയുടെ സാമീപ്യവും മാഗ്നറ്റിസും അവർക്ക് കൊടുത്തിരിക്കുന്ന ആ പവർ കൊണ്ട് അവർ തന്നെ സെൽഫ് ക്യൂർ എന്ന് പറയും. അവർ തന്നെ അവരുടെ തന്നെ ഡോക്ടേഴ്സാണ്. അപ്പൊ അവര് ഏതൊരു അസുഖം അവർക്കുണ്ടെങ്കിലും അവർ കാട്ടിലാണ് 24 മണിക്കൂറും മാഗ്നറ്റിക് ബെഡേ കിടക്കുന്നുണ്ട്. അവർ ഓട്ടോമാറ്റിക് ക്യൂറിങ് സിസ്റ്റം അവരുടെ ഡെവലപ്പ് ചെയ്യും. പ്രതിരോധ ശേഷി അവർക്ക് കൂടുതൽ കിട്ടും. അങ്ങനെ രോഗത്തിൽ നിന്ന് വിമുക്തത പ്രാപിച്ചാണ് അവർ ജീവിക്കുന്നത്. നമുക്കതല്ല. നമുക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഡോക്ടേഴ്സും മരുന്നും ഒക്കെ വേണം. ഇനി മുന്നോട്ട് അങ്ങനെ പോകത്തുള്ളൂ. ഇപ്പൊ അറിയാലോ, നമുക്കറിയാം ഈ ലോകത്തിലെ ഇപ്പൊ ഡോക്ടേഴ്സിന്റെ മെഡിക്കൽ ഇൻഡസ്ട്രിയാണ് ഈ ലോകത്തെ ഇപ്പം കൺട്രോൾ ചെയ്യുന്നത്. മെഡിക്കൽ ഇൻഡസ്ട്രി അങ്ങ് വളർന്നു വന്ന് പന്തലിച്ച് ലോകത്തെ തന്നെ കൺട്രോൾ ചെയ്യാം. അതിന്റെ കൂടെ അതിന്റെ തൊട്ട് പുറകെയല്ല മുന്നോട്ട് രോഗികളുടെ ഇൻഡസ്ട്രി അതിന് മേളിലാണ്. ആ പ്രസന്റ് മെഡിക്കൽ ഇൻഡസ്ട്രിക്ക് രോഗികളുടെ ഇൻഡസ്ട്രി അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതെന്താ കാര്യം? ബേസ് ഇതാ മാഗ്നറ്റിസം, ലോസ് ഓഫ് മാഗ്നറ്റിസം, റിസസീവ്നെസ് ഓഫ് മാഗ്നറ്റിസം. മാഗ്നറ്റിസത്തിന്റെ ഡയറക്റ്റ് അനുഭവം കിട്ടുന്നില്ല. 1. 2, നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വായു എല്ലാം പൊള്യൂട്ടഡാ. 3, എന്തോന്നറിയാമോ? അതാണ് വലിയ വിചിത്രം. നമുക്ക് ഡോക്ടർമാരുടെ സേവനത്തിൽ നിന്ന് കിട്ടുന്ന ആ വിഷം, ഗുളികകളും കെമിക്കലും എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതല്ല. നമ്മുടെ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന, നശിപ്പിക്കുന്ന, അതിന്റെ അളവ് കൂടി ഇല്ലേ? മനുഷ്യന്റെ ശരീരത്തിന് പോലും 1, 5, 8, 10, 12 ഗുളിക ഇത്ര ടൈം ഇടയ്ക്ക് തിന്നോളാനാ പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പം വലിയ മൾട്ടി സ്പെഷ്യലിസ്റ്റ് ആശുപത്രി തുടങ്ങിയിട്ടുണ്ട്, അല്ലെ? സർവ്വരോഗ സംഹാരി ആയിട്ട് പ്രവർത്തിക്കുന്ന ആശുപത്രികൾ, അല്ലെ? അവിടെ വലിയ കൂടിയ ഡോക്ടേഴ്സാണ്, ഹൈലി സൂപ്പർ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാർ. അപ്പൊ നമ്മളെപ്പോഴും എന്ത് ചെയ്യും? നമ്മുടെ അസുഖം മാറാനായിട്ട് ഇവിടെ പോകും, സൂപ്പർ സ്പെഷ്യലൈസേഷൻ അവിടെ പോകും, സൂപ്പർ സ്പെഷ്യലൈസ് ചെയ്ത ആശുപത്രി പോകും, ആ ഡോക്ടറെ കാണും. ഓരോ ഓർഗനായിട്ടുള്ള, ഇപ്പൊ കരൾ സംബന്ധമായിട്ടുള്ള, കിഡ്നി സംബന്ധമായിട്ടുള്ള, ഹാർട്ട് സംബന്ധമായിട്ടുള്ള, രക്തസംബന്ധമായിട്ടുള്ള, ക്യാൻസർ, അതെല്ലാം സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടറേക്കാ പോകുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയാമോ? അവർ പേരാത്തുമ്പിലാണ് നിങ്ങളുടെ പോക്കറ്റിലെ കാശ് പോകുന്നത്. 1, പണ്ടൊക്കെ ഹോൾ ബ്ലഡ് വർക്ക് എന്നായിരുന്നത്. എന്നുവെച്ചാൽ ആ ശരീരത്തിലെ ബ്ലഡിലെ എല്ലാ കോൺസ്റ്റിറ്റ്യൂന്റിന്റെയും റിപ്പോർട്ട് ഡോക്ടറുടെ കൈ കിട്ടിയെങ്കിലേ അവർ മരുന്ന് കുറിക്കത്തുള്ളൂ. ഇപ്പൊ ആ ട്രെൻഡ് അല്പം മാറി. എന്തെന്നറിയാം? ഇപ്പൊ ഹോൾ ബോഡി ചെക്കപ്പ് എന്നാ പറയുന്നത്. ഹോൾ ബ്ലഡ് വർക്കിന് 7,500 രൂപ, ഹോൾ ബോഡി ചെക്കപ്പിന് 20,000 രൂപ. കണ്ടോ കാലം പോയ പോക്ക്? കണ്ടോ? അപ്പൊ നമ്മുടെ ബോഡിയിലെ എല്ലാ ഓർഗൻസിനും കമ്പൽസറി ചെക്ക് ചെയ്ത് റിപ്പോർട്ട് കിട്ടണം. കിഡ്നി, ലിവർ, ഹാർട്ട്, വെയിന്, ആർട്ടറി, അങ്ങനെ പ്രോസ്റ്റേറ്റ് എല്ലാം അവിടെ മുന്നേ വരണം. മുന്നേ വരുമ്പോൾ അവര് എന്തായാലും മരുന്നുകളുടെ ഡോസ് കൂട്ടും.
ഓരോ ആർക്കാ സോക്കേടില്ലാത്ത നമ്മുടെ എല്ലാ ഓർഗൻസും താറുമാറാ. അപ്പൊ റിപ്പോർട്ടിൽ വരുമ്പോൾ അത് നിങ്ങളുടെ ആ കിഡ്നിക്ക് എപ്പം കുഴപ്പമുണ്ട് കേട്ടോ, ക്രിയാറ്റിൻ അല്പം കുഴപ്പമുണ്ട്, ബ്ലഡിലെ WBC കുഴപ്പമുണ്ട്, അതിനെല്ലാം കൂടെ ഞാൻ മരുന്ന് എഴുതാം, ഒരു 10-20 മരുന്ന് അങ്ങ് എഴുതും. അത് നമുക്ക് സന്തോഷം. എന്റെ ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്തു, ഇത്രയൊക്കെ ഡോക്ടർമാർ കണ്ടുപിടിച്ചു, ഇത്രയൊക്കെ സാധനത്തിനുള്ള കേടുപാടുക. മക്കളെ, ആ കേടുപാടുകൾ വീണ്ടും ഡോക്ടർമാർ കൂട്ടുക, അവരുടെ ഒരു പേഷ്യന്റ് ആക്കി അഡ്മിറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം ഒരുക്കുക, ഗുളികകൾ വീണ്ടും തരുക, എല്ലാം കെമിക്കൽസ്. അപ്പൊ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമുക്ക് കൊണ്ടു നടക്കാവുന്ന അവസരങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പം തന്നെ ശരീരത്തിന് വേദനയുണ്ട്, വേദന ഒരിക്കലും ട്രാൻസിന്റെ ആയിട്ട് നിൽക്കത്തില്ല. വേദന ആ ടിഷ്യൂസ് തന്നെ, ബോഡി തന്നെ റിപ്പയർ ചെയ്തോളൂ, ആ വേദന തന്നെ മാറും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? അനാസിനോ പാരസെറ്റമോളോ ഐബുജെസ്റ്റിക്കോ സൈക്ലോഫിനിക്കോ കൂടി അത് നമ്മുടെ ബോഡിയെ കേടാക്കും. വീണ്ടും നമ്മൾ ആ കേടിലോട്ട് തന്നെ വലിച്ചഴിക്കുന്നതാണ് ഇപ്പോൾ. അപ്പൊ നമ്മൾ ആ സയൻസ് പ്രത്യേകം മനസ്സിലാക്കണം. ഒരു പരിധി വരെ നമ്മുടെ ബോഡി തന്നെ സോക്കേട്, ബോഡി തന്നെ ഡോക്ടറാണെന്ന് പറയത്തില്ലേ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയാണ്. ഏറ്റവും വലിയ ഡോക്ടർ നമ്മുടെ ഹ്യൂമൻ ബോഡിയാണ്. അപ്പൊ ഏറ്റവും വലിയ മിഷനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും സംരക്ഷിക്കുന്നതും ആ ബോഡി തന്നെയാണ്. അതിന്റെ രോഗപ്രതിരോധ ശേഷി ക്ഷയിക്കുമ്പോഴും പന്നണുക്കളുടെയും ടോക്സിൻസിന്റെയും വർധന ഹ്യൂമൻ ബോഡി കൂടുമ്പോഴാണ് നമ്മൾ ഇൽനെസ്സിലോട്ട് മാറുന്നത്, വെൽനെസ്സിൽ ഇൽനെസ്സിലോട്ട് മാറുന്നത്. അത് ഒരു പരിധി വരെ നമുക്ക് ഈ സയൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബോഡിയെ ആരോഗ്യത്തോട് സംരക്ഷിക്കാം. ഇപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഈ ബയോട്ടറിൽ ജോയിൻ ചെയ്തവർക്ക് വലിയൊരു നല്ല കാലമാണ് അല്ലേ. വളരെ സിമ്പിളാണ് ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞാൽ അവരുടെ അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് പ്രൊഡക്റ്റാണ്. അത് പ്രകൃതിയുടെയാണ്. പ്രകൃതിയുടെ സൃഷ്ടിയിലെ ഒരു എനർജി, എർത്ത് എനർജി ഈസ് ട്രാൻസ്ഫർ ടു ബഡ് എനർജി ത്രൂ സാഗർ ജോഷി അല്ലേ. ഭൂമിയിൽ നമുക്ക് ഒരു മനുഷ്യന്റെ ജീവൻ തുടിക്കാന്, ആരോഗ്യത്തോട് തുടിക്കാന് ആവശ്യമുള്ള എനർജി നമുക്ക് ഇന്ന് ലഭ്യമല്ലാത്തത് കൊണ്ട് സാഗർ ജോഷി കൂടെ ആ എനർജി ബെഡ് എനർജി ആയിട്ട് കൊണ്ടു തന്നു. അത് നമ്മൾ ആസ്വദിച്ച് അതിനെ സ്നേഹിക്കുക, അതിനെ സ്നേഹിക്കണം, നെഞ്ചോട് ചേർക്കണം. ഇപ്പം ഗീതാമാഡം പറഞ്ഞില്ലേ, അതിനെ ആ നെഞ്ചോട്, ബ്രസ്റ്റ് അല്ല ലേഡീസിന്റെ ആ ചങ്കിനോട് ചേർത്ത് വെച്ച് കെട്ടിപ്പിടിച്ചുറങ്ങിയപ്പോഴാണ് ആ കഫത്തിന്റെ പ്രശ്നം മാറിയത്. ഇങ്ങനെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്യണം അതിന്റെ ആക്ഷൻ അല്ലേ. അസഹ്യമായിട്ട് വെരിക്കോസ് വെയിനുണ്ട്, രാത്രി ഇങ്ങനെ കോച്ചി വലിക്കുക. ഡയബറ്റിക് ഉള്ളവരെ കുറച്ച് കഴിയുമ്പോൾ ഈ കോച്ചി വലി എന്ന് പറയും, അത് വലിയ പാടാണ്. പിന്നെ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ ആ കയറി നിൽക്കാൻ പറയും, അല്ലെ ചവിട്ടി തിരുമാൻ പറയും. ഒന്നും വേണ്ട, ഈ ബെഡേ കിടന്നിട്ട് അത്ര കോച്ചി വലി കൊണ്ട് ആ പില്ലപ്പാട് അവിടെ നിന്ന് വെച്ച് കിടന്ന് ടൈ ചെയ്ത് വെച്ചാൽ മതി, ഇമ്മീഡിയറ്റ് ആയിട്ട് മാറും അല്ലേ. അപ്പൊ നമ്മുടെ ഈ ബയോട്ടറിൻ ചെയ്യുന്ന വലിയ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 കാര്യമാണ് ഇത് ചെയ്യുന്നത് അല്ലേ. ഒന്ന്, നമ്മുടെ രക്തചംക്രമത്തെ ശരിയാകും. രക്തചംക്രമം ശരിയാക്കും എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ, രക്തത്തിന്റെ ഫ്ലോ കറക്റ്റ് ആക്കും, രക്തത്തിന്റെ കട്ടി കുറയ്ക്കും, വിസ്കോസിറ്റി ഓഫ് ദ ബ്ലഡ് കുറയ്ക്കും. പിന്നെന്താ ചെയ്യുന്നത്? ഓക്സിജൻ. എല്ലാ സെൽസിനും പ്രാണവായു വേണം. ഈ പ്രാണവായു ആരാ കൊണ്ട് കൊടുക്കുന്നേ? നമ്മള് ഇച്ചിരി ഡീപ്പായിട്ട് നമ്മൾ ഈ സൂമിൽ ഇരിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. അതായത് നമ്മൾ രണ്ടേ കിടക്കുന്നു, നമ്മൾ പെട്ടെന്ന് പറയുന്നു നമ്മുടെ ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ബ്ലഡ് സർക്കുലേഷൻ ശരിയാകുന്നു. ഇതിൻ്റെ അകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിൽ നമ്മൾ അല്പം കൂടെ ഒന്ന് മനസ്സിലാക്കണം. അല്പം കൂടെ നമ്മുടെ ഈ രക്തത്തിന്റെ പ്രാണവായു കൊണ്ട് കൊടുക്കുന്ന ആരാ? അത് RBC എന്ന് പറയും, റെഡ് ബ്ലഡ് കോർപ്പസ്, ചുവന്ന രക്താണുക്കൾ എന്ന് പറയും. ആ രക്താണുക്കൾക്ക് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ 1,00,000 പരം കിലോമീറ്റർ സഞ്ചരിക്കണം എല്ലാ സെൽസിനും ഈ രക്തം ഓക്സിജൻ എത്തണമെങ്കിൽ. അത് വിത്തിൻ നോ സെക്കൻഡ്സിനുള്ളിൽ എത്തണം. അതാരാ ചെയ്യേണ്ടത്? RBC ആണ്. അവന് ശക്തിയില്ലെങ്കിൽ അത്ര ദൂരത്തിൽ സഞ്ചരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തെ റോഡുകളെല്ലാം കുഴിയും കുണ്ടും ചെളിയും എല്ലാം, അതിൻ്റെ അകത്തോട് ശരിക്കും വണ്ടി ഓടി പോകത്തില്ല. കുഴി എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായോ? നമ്മുടെ രക്തധമനികള് അല്ലെ, റോഡ്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ റോഡുകളെല്ലാം നല്ല നാഷണൽ ഹൈവേ ആണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിലെ ഹൈവേ ആയിട്ടില്ല. ഈ ബയോട്ട് യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നാഷണൽ ഹൈവേയിലോട്ട് മാറും, ആ ഗ്രേഡിലോട്ട് മാറും. അപ്പൊ ഇന്ന് നമ്മുടെ ശരീരത്തിലെ രക്തധമനികളും റോഡുകളും എല്ലാം 1,00,000 പരം കിലോമീറ്റർ കുണ്ടും കുഴിയും ചെളിയും വൃത്തികേടുമായിട്ട് കിടക്കുക. എന്തുകൊണ്ടാ? നമ്മുടെ തോന്നിവാസം കൊണ്ടാ അല്ലേ. അതാദ്യമേ ആ റോഡ് ആദ്യമേ നമ്മൾ വെട്ടണം. ആ റോഡ് വെട്ടാനായിട്ട് എന്തെങ്കിലും ഡൈജഷൻ ചെയ്ത് മരുന്ന്, രക്തധമനികളെ ക്ലിയർ ചെയ്യാനുള്ള മെഡിസിൻസ് ഒന്നും ഈ അലോപ്പതിയിലൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. നമ്മുടെ പ്രൊഡക്റ്റിന്, നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ആ ദിവ്യശക്തിക്ക് അതിനുള്ള പവർ ഉണ്ട്.
എല്ലാ റോഡുകളും ക്ലിയർ ആക്കും. കുണ്ടിയും കുഴിയും എല്ലാം മാറ്റി അതിനെല്ലാം വടിച്ചഴുക്കെല്ലാം വടിച്ചു കളയും. വടിച്ചു കളഞ്ഞാൽ എങ്ങോട്ടാ പോകണ്ടേ? നമുക്ക് നാച്ചുറൽ ഓറിഫൈസസ് ഉണ്ട്. ഒന്നെന്താ ശ്വസനം, രണ്ടാമത് എന്താ മൂത്രം, മൂന്നാമത് സ്വെറ്റ് മലം. ഈ ഇത്രയും 5 നാച്ചുറൽ ഓറിഫൈസസ് എന്ന് പറയും. അതിൽ കൂടെ എന്ത് വരും? ഈ അഴുക്ക് ചെളിയെല്ലാം നിർമ്മാർജ്ജനം ചെയ്യും. അപ്പൊ നമ്മുടെ രക്തധമനികൾ ക്ലിയർ ആകും. നമ്മുടെ മാഗ്നറ്റിസം ചെയ്യുന്ന ആദ്യത്തെ പണി അതാ. നമ്മൾ ഈ മാഗ്നറ്റിക് ബെഡേ കിടക്കുമ്പോൾ നല്ല ഉറക്കം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഈ ഉറക്ക സമയത്താണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരു പകല് മൊത്തം നമ്മൾ അധ്വാനിച്ച് കേടായ വർക്ക് ചെയ്തായ സെൽസ് ഒക്കെ വീക്കാം. അത് റിജുനുവേഷൻ നടക്കും. പൂർവ്വസ്ഥിതിയിലോട്ട് മാറിയെങ്കിലേ നാളെ അവന് നമുക്ക് എണ്ണിച്ച് നടക്കാൻ പറ്റൂ. അത് അവർ ചെയ്യുന്ന ഓട്ടോമാറ്റിക് ഡ്യൂട്ടീസാണ് സെൽസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ ശരീരത്തിലുള്ള വിഷാംശം എല്ലാം ഡെയിലി എക്സ്ക്രീറ്റ് ചെയ്യുക. അതിനാണ് നല്ല ഉറക്കം വേണമെന്ന് പറഞ്ഞത്. ഉറക്കം ഇല്ലാത്തവരുടെ ശരീരത്തിൽ ടോക്സിൻസ് കൂടും. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ആദ്യമേ നമുക്ക് പ്രസന്റ് ചെയ്യുന്ന എന്താ? ഉറക്കം, സ്ലീപ്പ്, ഗുഡ് സ്ലീപ്പ്, ഡീപ് സ്ലീപ്പ്. ഈ ഡീപ് സ്ലീപ്പ് സമയത്ത് നമ്മുടെ രക്തധമനികൾ ഇങ്ങനെ ചലിക്കും. നമ്മൾ പോലും അറിയത്തില്ല. ആ ചലിക്കുമ്പോൾ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസൈഡ്, മെറ്റാബോളിക് വേസ്റ്റ് രക്തധമനികളിൽ ആ റോഡെല്ലാം ക്ലിയർ ചെയ്യും. ഇളകി അവര് വെള്ളം കുടിക്കുമ്പോൾ അത് മൂത്രത്തിൽ കൂടെ മലത്തിൽ കൂടെ എക്സ്ക്രീറ്റ്. അതായത് അതിന്റെ ബേസിക് സയൻസ്. അപ്പൊ നമ്മുടെ ഇതിൻ്റെ അകത്ത് സഞ്ചരിക്കേണ്ട RBC ആണ്. അത് ഓക്സിജൻ കൊണ്ട് കൊടുക്കണം. ഓക്സിജൻ പന്ന ബ്ലഡിനെ കൊണ്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഓക്സിജൻ ആയിട്ട് നല്ലതായിട്ട് തിരിച്ചു കൊണ്ട് കൊടുക്കണം. അപ്പൊ RBC എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? നമ്മുടെ ബോൺമാരോ മജ്ജയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അത് ട്രില്യൻസ് ഓഫ് RBCs ഉണ്ട് നമ്മുടെ ബോഡിയിൽ. എത്ര ഉണ്ടെന്ന് കണക്കൊന്നുമില്ല. അപ്പൊ ഒരു സെക്ടർ, ഒരു പാർട്ട് RBC ജോലി ചെയ്ത് ക്ഷീണിച്ചു. അവന്റെ ആയുസ് അവന് കൊടുത്തിരിക്കുന്ന 120 ദിവസമേ ഉള്ളൂ. 120 ദിവസം കഴിയുമ്പോൾ അത്രയും RBCs അങ്ങ് ചത്തു. പിന്നെ ഈ ബെഡേല് ഈ മാഗ്നറ്റിക് ഫീൽഡിൽ കിടന്ന് ഉണ്ടാകുന്ന RBCക്ക് എന്താ ക്വാളിറ്റീസ് ഉള്ളത്? നല്ല ശക്തി, ഓക്സിജൻ വഹിച്ചുകൊണ്ട് പോകാൻ നല്ല താല്പര്യം, റോഡ് ക്ലിയർ ആയി, അവന് നല്ലൊരു പണിയെടുക്കാനുള്ള ഉന്മേഷം RBCക്ക് കിട്ടും. അങ്ങനെ ഓക്സിജൻ എല്ലാ സെൽസിലും വരുമ്പോൾ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും, പ്രതിരോധ ശേഷി കിട്ടും. അങ്ങനെ രോഗത്തിൽ നിന്ന് വിടുതൽ നമുക്ക് പ്രാപിച്ച് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ അത് ബേസ് മാത്രം തൊട്ടതേ ഉള്ളൂ, RBCയുടെ ഫങ്ഷൻ. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശേഷി കിട്ടണമെങ്കിൽ നമ്മുടെ RBCs നല്ല മാഗ്നറ്റിക് പവറുള്ള RBC ആയിരിക്കണം. എങ്കിലേ അവർ നല്ലൊരു പണിയെടുക്കുള്ളൂ, നമ്മുടെ സെൽസിനെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരത്തുള്ളൂ, പ്രവൃത്തി ചെയ്യാനുള്ള ഉന്മേഷം കൊടുക്കും. അത്രേ ഉള്ളൂ ബേസ് ആയിട്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെല്ലാം ബേസ് ആയിട്ടുള്ള കാര്യം നമ്മൾക്ക് റേഡിയേഷൻ കൂടെ വേണം. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ബയോട്ടിൻ യൂസ് ചെയ്യുന്ന അല്ലെ കിടക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ നമുക്ക് എണ്ണിച്ചടക്കുന്ന നമ്മളെ മനുഷ്യര്, നമ്മൾ ഈ സൂര്യ ഭഗവാന്റെ ഒരു പ്രസൻസും കൂടെ നമ്മുടെ ബോഡിയിലോട്ട് ഏക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ മെറ്റാബോളിസം സൈക്കിൾ പൂർത്തീകരിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ 8:30 മണി വരെയുള്ള സൂര്യപ്രകാശം അത് നമുക്ക് നമ്മുടെ ശരീരം ഹോൾ ബോഡിയിൽ കൊള്ളണം. കൊള്ളുമ്പോഴാണ് വൈറ്റമിൻ D സിന്തസൈസ് ചെയ്യുന്ന സൂര്യപ്രകാശത്തിൽ കൂടെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഡോക്ടർമാർ ആദ്യം വീട്ടിൽ ആശുപത്രി ചെല്ലുമ്പോൾ പറയും, നിങ്ങള് എങ്ങനെയാ വീട്ടിൽ തന്നെയാണോ താമസിക്കുന്നത്? കൊടക് കൂടിയാണോ പോന്നെ? അപ്പൊ സൂര്യപ്രകാശം ഏക്കാത്തോണ്ട് വൈറ്റമിൻ D കുറിച്ച് തരാം, അത് കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയും. വൈറ്റമിൻ D കുടിച്ചു. ആവശ്യമില്ല. വൈറ്റമിൻ D നേച്ചറിലുള്ളതാ, നമുക്ക് പൈസ കൊടുക്കാതെ കിട്ടാന്നാ. അപ്പൊ 8:30 മണി വരെയുള്ള സൂര്യപ്രകാശം, നമ്മുടെ മുറ്റത്ത് സൂര്യപ്രകാശം വരുമല്ലോ. സാധാരണ നമ്മുടെ വീടുകളൊക്കെ കിഴക്കോട്ട് ദർശനം ചെയ്താ വെക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? നമ്മുടെ സൂര്യ ഭഗവാനെ നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ ബെഡ്റൂമിലേക്കും നമ്മുടെ സിറ്റിംഗ് റൂമിലേക്കും നമ്മൾ സ്വാഗതം ചെയ്യാനാ ജനലൊക്കെ തുറന്നിടണം. ആ സമയത്ത് ആ റേഡിയേഷൻ ആക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിച്ചായ ബെഡിൽ ഉത്പാദിപ്പിച്ചായ ടോക്സിൻസിന്റെ അകത്തുനിന്ന് ക്രിയേറ്റ് ചെയ്തായ ഈ മാദനങ്ങളും വൈറസും ബാക്ടീരിയ എല്ലാം റേഡിയേഷൻ വരുമ്പോൾ മതി. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉദയസൂര്യന്റെ രശ്മി കടന്നു വരത്തക്കവണ്ണം നമ്മുടെ ജനലും കഥവും രാവിലെ കുറച്ച് നേരം തുറന്നിടണം. നമുക്ക് വയ്യ, നമ്മുടെ വീട്ടിൽ അപ്പച്ചനുണ്ട് അമ്മച്ചിയുണ്ട്, അവനക്ക് നടക്കാൻ വയ്യ. ഉദയസൂര്യൻ വരുമ്പോൾ കിഴക്കോട്ട് ദർശനമാണെങ്കിൽ സിറ്റൗട്ടിലോ കാർപ്പോർച്ചിലോ ഒരു കസേര കൊണ്ടിട്ട് ഇരുത്തുക. വസ്ത്രങ്ങളായിരിക്കാം, ചെറിയൊരു വസ്ത്രം മാത്രം നാണം മറയ്ക്കാനായിട്ട് ഇടുക. ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഉദയസൂര്യന്റെ രശ്മി നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗം തലോടണം. അപ്പോൾ നമുക്ക് വൈറ്റമിൻ D റിച്ച് കൊട്ടിട്ട് നമ്മുടെ സിന്തസിസ് അല്ലെങ്കിൽ മെറ്റാബോളിസത്തിന്റെ പ്രവർത്തനം നമ്മൾ ത്വരിതപ്പെടുത്തി നമ്മുടെ ആരോഗ്യത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ വെറ്ററിനറി പ്രൊഫഷനിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ മിക്ക പറയും, നിങ്ങളുടെ പേരത്തിൽ ഏത് ദർശനത്തിലാണ് വെച്ചിരിക്കുന്നത്? കിഴക്ക് പടിഞ്ഞാറ് വെക്കണം.
ഉദയസൂര്യൻ പശുവിന്റെ പുറവശത്തും എർത്തിലും അടിക്കണം. എർത്തിലടിക്കുമ്പോൾ അണുക്കൾ ചാവും. പുറവശത്തടിക്കുമ്പോൾ അതിന്റെ അകിട് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സഞ്ചിയും ഗർഭപാത്രവും പിൻകാലും എല്ലാം നല്ല ശക്തിയായി. എന്നാൽ ഈ സൂര്യൻ മേളി പോവും അല്ലേ, 12 മണിയാകുമ്പോൾ മേളി പോവും. ആ സമയത്ത് ആ രശ്മി നമ്മൾ കേൾക്കാൻ പാടില്ല. അത് റേഡിയേഷന് അൾട്രാവയലറ്റ് റേസ് കൂടുതലുള്ള. അപ്പൊ ആ സൂര്യരശ്മിയിൽ നമ്മൾ വിമുക്തി നേടാനാണ് നമ്മൾ കാറയിലും കട്ടിലയിലും അല്ലെ മരത്തിന്റെ മുട്ടിലും ഇരിക്കുന്നത്. കാട്ടിലെ ഏതെങ്കിലും മൃഗങ്ങള് സൂര്യൻ വെളി പോകുമ്പോൾ വേട്ടയാടാൻ പോകും? ഇല്ല. ആ സൂര്യന്റെ രശ്മിക്ക് വേറെ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന അണുക്കൾ, പാതരകള്, വൈറസ്, ബാക്ടീരിയ, ഫംഗസ് ഭൂമിയിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കല്ലേ, അതിനെ അവർ നശിപ്പിക്കും. ആ റേഡിയേഷൻ ഡയറക്റ്റ് അവരുടെ ശരീരത്തിലടി. ബാക്ടീരിയക്ക് വൈറസിന് ഓടിയൊന്നും പോകാൻ കിടക്കുന്നിടത്ത് തന്നെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യത്തുള്ളൂ. അതിനെ അവർ നശിപ്പിക്കും. കോടാനുകോടി ബാക്ടീരിയ വൈറസ് ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ സൂര്യൻ വെളി പോകുമ്പോൾ ആ ഒരു സൈക്കിൾ പ്രോസസ്സ് കംപ്ലീറ്റ് ശരിയാവും. ഈ അണുക്കളെ, നമ്മളെ ഉപദ്രവമൊക്കെ ഉണ്ടാക്കുന്ന, നമ്മളെ നശിപ്പിക്കുന്ന അണുക്കളെ ആര് കൊല്ലും? ഈ ഭഗവാൻ തന്നെ കൊല്ലും വെളി പോകുമ്പോൾ. എന്നിട്ട് ഈ ഭഗവാൻ പിന്നെ ഉറങ്ങാൻ പോകും അല്ലെ, പടിഞ്ഞാറ് അസ്തമിക്കാൻ പോകും. ആ സമയം സൂര്യന്റെ രശ്മി നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു 3 മണി കഴിഞ്ഞ് 4 മണി കഴിഞ്ഞുള്ള വെയിൽ കാച്ചാൻ പോകും അല്ലെ, നമ്മുടെ കടൽപ്പുറത്തൊക്കെ പോകും. അപ്പം ഉദയസൂര്യന്റെ രശ്മിയും ഉദയഭഗവാന്റെ രശ്മിയും അസ്തമയ സൂര്യന്റെ പക്ഷേ മനുഷ്യ ജീവിതത്തിനും എല്ലാ ജീവിതത്തിനും നല്ലതാണ്. പക്ഷെങ്കിൽ അത് മേടിപ്പോകുമ്പോൾ അത് നമുക്ക് കൊള്ളാനല്ല, നമ്മളെ നശിപ്പിക്കുന്നതായ അണുക്കളെ നശിപ്പിക്കുന്ന പവറാണ് അതിനുള്ളത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അന്നേരം ഈ ബയോട്ടിക് യൂസ് ചെയ്യുന്നവരെ നമ്മൾ തീർച്ചയായിട്ടും ഈ പ്രകൃതിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡോക്ടറായ സൂര്യന്റെ ദർശനവും സൂര്യന്റെ എഫക്റ്റും നമ്മൾ അനുഭവിക്കണം. എങ്കിൽ ഈ ബയോട്ടിക്കിന്റെ എഫക്റ്റ് കൂടും. ഇനി പിന്നെ ഒരു കാര്യം, പ്രകൃതിയുടെ ഏറ്റവും വലിയ മരുന്നെന്ന് ഞാൻ പറഞ്ഞത് മഞ്ഞ മഴ അല്ലേ, വെയില്. മഞ്ഞ് നമുക്കറിയാം, മഞ്ഞ് നമ്മൾ ആരും കൊള്ളത്തില്ല അല്ലേ. ഞങ്ങൾ ഈ ക്രിസ്മസ് കരോളിന്റെ വീടുകളിലൊക്കെ പാടാൻ ഇറങ്ങുമ്പോൾ നല്ല മഞ്ഞ, ഡിസംബർ കാലം, എല്ലാവരും തൊപ്പി വെക്കും, ഞാൻ മാത്രം തൊപ്പി വെക്കത്തില്ല. കാരണം എനിക്ക് അതിന്റെ എഫക്റ്റ് അറിയാം. മഞ്ഞുവെള്ളം കൊള്ളുന്നത് നല്ലത്. പിന്നെ നമുക്ക് ഉദാഹരണം നമുക്കറിയാമല്ലോ, മഴവെള്ളം. മഴവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എലിമെന്റ്സിന്റെ കൂട്ടി ലോകത്ത് വേറൊന്നുമില്ല. മഴവെള്ളമാണ് ഏറ്റവും വലിയ മെഡിസിൻ. പ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി പവർ ഒരു ഹ്യൂമൻ ബോഡി തരുന്ന ഏറ്റവും മഴവെള്ളം. നമ്മ ഇന്നൊരു കൊച്ചു സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേ എന്ത് ചെയ്യും? ഓ മോനെ, നീ മഴ നനഞ്ഞോ, അയ്യോ പനി പിടിക്കുമെന്ന് പറഞ്ഞു ഉടൻ തോർത്തും തുടങ്ങി. ഞാൻ ഹെൽമെറ്റ് വെക്കാതെ ഞാൻ ബൈക്ക് ചികിത്സിക്കും, ഫുള്ള് മഴ നനഞ്ഞു, എന്റെ ബോഡി കംപ്ലീറ്റ് മഴ നനഞ്ഞോണ്ടേ പോത്തും. എന്റെ മക്കളെ ഞാൻ അതുപോലെ പറയും. അമേരിക്കയിലുള്ള 2 പെൺപിള്ളേര് മഴ സമയത്ത് അവർ സ്കൂളിൽ എല്ലാവരും കൂടെ പിടിച്ച് വരുമ്പോൾ അവള് അപ്പാ പറഞ്ഞിട്ടുണ്ട് മഴ നനയണമെന്ന് പറഞ്ഞ് അവര് മഴ നനഞ്ഞോണ്ടാ വീട്ടിൽ കയറി വരുന്നത്. എന്നിട്ട് ടെസ്റ്റിൽ പോയി ആരും കാണാതെ അവിടെ മഴവെള്ളത്തിൽ കുളിച്ചിട്ടാ വീട്ടിൽ വരുന്നത്. ഞാനൊരു പാരസെറ്റമോളും കൊടുത്ത് എന്നോടൊപ്പം ജീവിക്കുന്ന സമയത്ത് ഒരു മരുന്ന് പോലും കൊടുത്തിട്ടില്ല. മഴവെള്ളം പ്രകൃതിയുടെ മെഡിസിനാണ്, അത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. അതിന് പകരം മഴവെള്ളം ദോഷമാണ്. അതാണ് നമ്മുടെ പ്രകൃതിയെ, ദൈവത്തിന്റെ സൃഷ്ടിയെ, ദൈവത്തിന്റെ വരദാനങ്ങളെ എല്ലാം നമ്മൾ പുച്ഛിച്ച് തള്ളി. അപ്പൊ നമ്മളെ പുച്ഛിച്ച് തള്ളും പ്രകൃതി. അപ്പൊ നമ്മൾ പ്രകൃതിയോട് അനുകൂലമായിട്ട് ജീവിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ അസുഖമില്ലാതെ നല്ല ആയുസ്സോട് ജീവിച്ചതിന്റെ ഒരു അവരുടെ ദൈവം സൃഷ്ടിച്ച ആ സൃഷ്ടിയുടെ എനർജിയും ആ വരദാനങ്ങളും എല്ലാം അനുഭവിച്ച് ജീവിച്ചുകൊണ്ടാണ് അവർക്ക് ആരോഗ്യത്തോടെ, സുഖത്തോടെ, ക്ഷേമത്തോടെ, ആശുപത്രിയൊന്നും ഇല്ലാതെ ജീവിക്കാനായിട്ട് പറ്റും. ഇന്ന് നമുക്ക് അതെല്ലാം അന്യമായി പോയി, നമ്മളതിനെ സ്നേഹിക്കുന്നില്ല. അപ്പം നമുക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നമുക്ക് ഈ ബയോട്ടിക് നമ്മുടെ രക്ഷകനായിട്ട് നമ്മുടെ കുടുംബത്തിൽ കയറി വന്നത്. അപ്പം വളരെ ഷോർട്ടായിട്ട്, വളരെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മുടെ നേച്ചർ മാഗ്നറ്റിക്സും നമ്മുടെ ഈ ബയോട്ടിക്കിന്റെ പ്രയോജനം ഞാൻ പറഞ്ഞത്. അപ്പം തീർച്ചയായിട്ടും ഈ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാണ്. നമ്മളൊരു വീട്ടിൽ ചെന്ന് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു ഒറ്റ ചാൻസിന് ഈ ബയോട്ടേറിയം നല്ലതാണ് പെട്ടെന്ന് സ്വീകരിക്കുന്നവരുണ്ടോന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ സ്വീകരിച്ചു. ഞാനൊരു 3 വർഷം മുമ്പ് 2023 ഞാൻ അമേരിക്കയിൽ വരുമ്പോൾ എൻ്റെ ഒരു സൈഡ് പാരാപ്ലീജിയായി. ഒരു 70% ഒരാളുടെ സ്വാധീനം ഇല്ലാതെ എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാനോ നടക്കാനോ പറ്റില്ല. എൻ്റെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു ക്ലിനിക് ഉണ്ട്, വെറ്ററിനറി മെഡിസിനൊക്കെ രാവിലെ കൊണ്ടുവരും. അപ്പൊ ഞാൻ മുറിയിൽ തന്നെ ഒതുങ്ങേണ്ടി വന്നു. ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ എന്നെ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് ഇനി ഇതുപോലെ എന്നെ കാണത്തില്ലെന്ന് പ്രാർത്ഥിച്ച് വിട്ടതാ. അപ്പൊ ഞാൻ വന്ന് വീട്ടിൽ ഒതുങ്ങി. അപ്പോ എൻ്റെ ബോണും എൻ്റെ ശരീരം എല്ലാം അങ്ങ് വേദനയാണ്. എല്ലാം ഇതിന്റെ ഉച്ച മുതൽ ഉള്ളകലാങ്കാല് വരെ പ്രശ്നങ്ങളാ. ഇനിയിപ്പം ആ രീതിയിൽ അങ്ങ് പോവാ, ഇത്രയും നാളൊക്കെ ജീവിച്ചല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ അതങ്ങ് ഉൾക്കൊണ്ടു. അപ്പൊ ഞാൻ തന്നെ മുറിയിലങ്ങ് അങ്ങനെ ആയിരുന്നു. ദൈവത്തിന് അത് ഇഷ്ടമല്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിക്കുന്ന നാൾ തൊട്ട് എനിക്ക് ഒരു മറ്റുള്ളവരെ കരുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു.
പഠിക്കുന്ന ആളുണ്ട്. എനിക്ക് കോളേജിൽ പഠിക്കുന്ന സമയത്ത് വേറെ ഒരുത്തരും ഉടുപ്പ് നിൽക്കില്ലെങ്കിൽ എനിക്ക് ആകെപ്പാടെ 1 2 ഉള്ളെങ്കിൽ ഞാൻ അവന് കൊടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു മനസ്സ് പണ്ട് തൊട്ടേ ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു എന്നെ അവിടെ ഇരുത്തുന്നത്. അതുകൊണ്ട് ദൈവം ഒരു ദൂതനെ അയച്ച് ഈ പ്രൊഡക്റ്റ് കൊണ്ടുതന്ന. അവൻ എന്റെ സിറ്റ് ഔട്ടിൽ വന്നിട്ട് 2 കാര്യം പറഞ്ഞു. സാറേ, മരുന്ന് കൂടാതെ ജീവിക്കാൻ ഒരു ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊരു ബയോമാഗ്നറ്റിക് തെറാപ്പിയാണ്. അതിനെപ്പറ്റി അല്പം പറയാനാണ്. ആരോഗ്യമുള്ളവരെ ആരോഗ്യത്തോടെ നിലനിർത്തും, അനാരോഗ്യമുള്ളവരെ ആരോഗ്യത്തോടെ തിരിച്ച്. ഈ 3 കാര്യം പറഞ്ഞോളൂ. അവനെ ഞാൻ നല്ലപോലെ സംബോധന ചെയ്തു, മോനെ, കാരണം ഞാൻ ദാഹിച്ചിരിക്കുന്ന ഒരു സയൻസ് ആണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ. ഞാൻ പശുക്കൾക്ക് ക്ലാസ് എടുക്കുന്നെങ്കിലും മനുഷ്യൻ എനിക്കതിനെ ക്ലാസ് എടുക്കാനോ പ്രാവർത്തികമാക്കാനോ പറ്റുന്നില്ല. അതിന് റിസോഴ്സസ് ഇല്ല. ഓനെ എന്ന് കൊണ്ടുവരാം, വില പോലും ചോദിച്ചില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഈ പ്രൊഡക്റ്റ് നാളെ തന്നെ കൊണ്ടുവരാം സാറേ എന്ന് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് അവന് എന്നോട് ഒരു കമന്റ് പറഞ്ഞു. അതാണ് എനിക്ക് അതിശയം. സാറേ, ഞാൻ ഒരുപാട് പ്രോഡക്റ്റ് ഓരോ വീടുകളിൽ കൊണ്ടുപോയി, പക്ഷെ സാറ് റെസ്പോണ്ട് ചെയ്തപോലെ ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. സാറ് വില ചോദിച്ചില്ല, എന്ന് കൊണ്ടുവരാമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ, ആക്ഷൻ ചോദിച്ചു. ഞാൻ പറഞ്ഞ പോലെ അതിന്റെ തിയറി ഞാൻ എത്ര വർഷം കൊണ്ട് ക്ഷീര കർഷകർക്ക് പറഞ്ഞു കൊടുക്കുന്ന എഫക്ട് ഓഫ് ബയോമാഗ്നറ്റിസം ഇൻ വൈൽഡ് ആനിമൽസ് ആൻഡ് ഡൊമസ്റ്റിക്. അതുകൊണ്ട് നീ അത് കൊണ്ടുവന്നുകൊണ്ട് എനിക്ക് ഭാഗ്യവാനായി. അപ്പൊ ദൈവം എനിക്ക് ആ ദൂതനെ വിട്ട് ആ പ്രൊഡക്റ്റ് തന്ന ആ വലിയ ഒരു സാക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് ആ സബ്ജക്ട് നിങ്ങളോട് ഇന്ന് പറയാനായിട്ടിടയായി. എനിക്ക് സന്തോഷമുണ്ട് അത് പറയുന്നത്. അപ്പം നമുക്ക് ജീവിതത്തിൽ ഈ ലോകത്തിൽ ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കുറച്ചേറെ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യം ചെയ്തെങ്കിലേ ദൈവം നമ്മളെ സ്നേഹിക്കത്തുള്ളൂ, ദൈവം നമുക്ക് നന്മ തരത്തുള്ളൂ. ഇതിന്റെ അകത്തോട് വലിയൊരു ചാരിറ്റി, നന്മ ചെയ്യാൻ സാധിക്കും. ഒരു ജീവിതത്തിലെ ഒരു റിസോഴ്സിൽ കൂടെ ഇത്രയും ചാരിറ്റി ചെയ്യാവുന്ന ഒരു ഐറ്റം ഞാൻ കണ്ടില്ല. ഒരു മനുഷ്യന് രോഗ്യം കൊണ്ട് ബുദ്ധിമുട്ടി, സാമ്പത്തികവും പോയി, സമാധാനവും പോയി, സ്വസ്ഥതയും പോയി, മറ്റുള്ളവർക്ക് ഭാരമായിട്ട് ഒരു വീട്ടിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങളുടെ അറിവും നിങ്ങളുടെ ഈ പ്രൊഡക്റ്റും കൊണ്ട് ചെന്ന് പറഞ്ഞ്, നിങ്ങളുടെ ശൈലി പറഞ്ഞ് അവൻ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ കിട്ടുന്നതായ സന്തോഷവും വിടുതലും സൗഖ്യവും വേറെ ഏത് ഇത് ചെയ്ത് കിട്ടും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് മാത്രമാണോ? ഇത് സമ്പത്തോ? ഒരു കമ്പനിയും തരാത്ത സമ്പത്ത് നമുക്ക് വാരിക്കൂരി തരികയല്ലേ. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നതിന് പ്രതിഫലവും കിട്ടും, നമുക്ക് ഈ പ്രൊഡക്റ്റും രക്ഷപ്പെടും, മറ്റുള്ളവരെയും രക്ഷിക്കാം. എങ്ങനെയൊക്കെ? ഒരു ആരോഗ്യത്തിൽ കൂടെ, സങ്കടത്തിൽ കൂടെ, വിഷമത്തിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ കഴിഞ്ഞു പോകുന്ന ഒരു ഹ്യൂമൻ ബീയിങ്സിനെ കരകയറ്റാനായിട്ട്, കൈക്ക് പിടിച്ചൊന്ന് ഉയർത്തി നടപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിലെല്ലാം ഉപരി അവരുടെ ജീവിതം, ഉപജീവനമാർഗം, പിള്ളേരെ പഠിപ്പിക്കാനും, അവർക്ക് വീട്ടിൽ ആവശ്യമുള്ളത് വാങ്ങിക്കാനും, അവർക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാനും, ട്രാവൽ ചെയ്യാനും, എല്ലാം ഒരു ഇൻകം കിട്ടും. ഇതുപോലെ നല്ലൊരു അവസരം, 2 ഓപ്പർച്യൂണിറ്റി, ഹെൽത്ത് വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്ന് നമ്മൾ പറയേണ്ടത്. ആരോഗ്യവും സമ്പത്തും ഒരേ കൊടക്കീഴിൽ തരുന്ന ഒരു സംഭവം ഇന്ന് നമ്മുടെ കണ്ണിന് മുമ്പിലില്ല, എന്റെ കണ്ണിന് മുമ്പിലില്ല, എനിക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും അതിലെല്ലാം ഉപരി ഇപ്പം എനിക്ക് കിട്ടുന്ന വലിയൊരു അപ്രീസിയേഷൻ എന്താണെന്ന് അറിയാം. ഞാൻ ഇന്ന് ആദ്യമേ ഈ പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറയാൻ തുടങ്ങി. കാരണം എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അല്ലേ മറ്റുള്ളവരോട് പറയാൻ പറ്റും. ഇപ്പൊ ചിലർ ഈ ID പോലും അടിച്ചിട്ട് ഇത് നല്ലതാ സാറേ, അതിനെക്കാട്ടി ഇതിൽ കവിഞ്ഞ് വേറെ സംഭവം ഇല്ലെന്നും പറഞ്ഞ് പറയാ. എങ്ങനെയാ വിശ്വസിക്കുന്നത്? അതിന് നീ ഉപയോഗിക്കേ, നീ റിസൾട്ട് കൂടി, നീ റിസൾട്ട് എടുക്ക്, എന്നിട്ട് നീ പറ. അപ്പൊ അവൻ ഒരു വാക്ക് തിരിച്ചു ചോദിക്കുക, നീ അത് ഉപയോഗിക്കുന്നത്, അവന് വാചകം മുട്ടും, അവൻ ബബ അടിക്കും. അപ്പൊ ആദ്യമേ ഈ പ്രോഡക്റ്റ് നമ്മൾ ഇപ്പം തന്നെ ചുമ്മാതെ ID കിട്ടും. ചിലർക്ക് ID വേണ്ട, ഞാൻ അതിനകത്തോട്ട് വിശ്വസിക്കുന്നില്ല. ചുമ്മാ ഇപ്പൊ അമേരിക്കയിലൊക്കെ എനിക്ക് ഒരുപാട് അവർക്കൊന്നും ID വേണ്ട, ഞാൻ ബാക്കിയുള്ളവർക്ക് ID ചുമ്മാതെ അയച്ചു, നീ വാ, നീൻ്റെ അകത്ത് വർക്ക് ചെയ്യുക, കാശ് കിട്ടും, അങ്ങനെ പറയുന്ന ആ ലോജിക്കിൽ ഞാൻ അനുകരിക്കത്തില്ല. നീ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് വാട്ട് ഇറ്റ് ഈസ്, ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ് ഇൻ യുവർ ബോഡി, അല്ലെ നിങ്ങളുടെ കുടുംബത്തിൽ എങ്ങനെ ഏത് രീതിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള പ്രൂവ് ചെയ്തിട്ട് അത് ഉള്ളിൽ നിന്ന് വരണം നിന്റെ ടെസ്റ്റ് മണി, അല്ലേ? നിന്റെ ഹൃദയത്തിൽ നിന്ന് ടെസ്റ്റ് മണി വരുമ്പോഴാണ് അവൻ അതിനെ ക്ലിക്ക് ആകുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രൊഡക്റ്റ് നമ്മളെല്ലാവരും പറയും പ്രൊഡക്റ്റ് ടീം ഉണ്ടാകണം. കറക്റ്റാ, ടീം ഉണ്ടാക്കിയെങ്കിലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? ടീം ഉണ്ടാകുമ്പോൾ ഒരുപാട് പേരിൽ എത്തിക്കാൻ സാധിക്കും. അതിലെല്ലാം ഉപരി നമുക്ക് നമ്മളിൽ തന്നെ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, നമ്മുടെ അപ്പനമ്മമാര്, നമ്മുടെ മക്കള്, കൊച്ചുമക്കള് പ്രവർത്തിച്ചതിന് ശേഷം നിങ്ങൾ കൊടുക്കുക. ഇപ്പൊ തന്നെ ഞാൻ ചില വീട്ടിൽ ചെന്നിട്ടുണ്ട്, എനിക്ക് വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. അതൊക്കെ ദൈവത്തിന് ഇഷ്ടമുള്ള സംഗതിയല്ല. മാതാപിതാക്കൾക്ക് എന്റെ കണ്ണിന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ടുണ്ട്. ഈ കണ്ണ് ആ വ്യക്തി ബിസിനസ്സുകാരനായിരിക്കും, അവർക്ക് കാശ് വേണം, കാറ് വേണം, എല്ലാം ഉണ്ട്. ആ ഭാര്യയും ഭർത്താവും ഈ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്.
ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ അപ്പന് കാല് മുട്ടുവേദന, അമ്മയ്ക്ക് അടുക്കളപ്പണി ചെയ്യാൻ വയ്യ, ഭയങ്കര വേദന, എന്നും ഒരു ഡൈക്ലോഫിനിക് സോഡി എന്ന് പറഞ്ഞ ഗുളി, ഞാൻ ആ ഗുളി എടുത്തു നോക്കി. ഡൈക്ലോഫിനിക് സോഡി എന്ന് പറഞ്ഞ വേദന സംഹാരിയുണ്ട്. അതിൽ പശുക്കൾക്ക് പോലും കൊടുക്കുന്നില്ല, ബാൻ ചെയ്തിരിക്കുക. ഓർത്തോ ഡോക്ടർമാർ പെട്ടെന്ന് ഒറ്റമൂലിയുടെ ഡൈക്ലോഫിനിക്, അത് ലിവറിന്റെ സിറോസിസ് വരും, ഫാറ്റി ലിവർ വരും, ലിവർ ക്യാൻസർ വരും. അത് വാങ്ങിച്ചു വെച്ചിരിക്കുക. അപ്പനും അമ്മ ഇത് കഴിച്ചോ, പച്ചവെള്ളം കൊണ്ട് കുടിച്ചോ എന്നും പറഞ്ഞു. അവര് സുഖമായിട്ട് ഭാര്യയും ഭർത്താവും നല്ല ബെഡേ കിടക്കുന്നുണ്ട്. ഈ അപ്പനും അമ്മയും വാങ്ങിച്ചു കൊടുക്കണം. ആദ്യമേ നമ്മുടെ വീട്ടിലുള്ള കാണപ്പെട്ട ദൈവമാണ് നമ്മുടെ മാതാപിതാക്കൾ. അവർ ഏത് പ്രായം ആയിക്കോട്ടെ, അവർക്ക് ഇങ്ങനെ അവസരം കിട്ടിയില്ലേ, അവര് കുഴിയിലോട്ട് കാലിട്ടിരിക്കുന്നവരായിക്കോട്ടെ, അവരുടെ ഏക്ക് ആൻഡ് പെയിൻ ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ സാധിക്കില്ലേ? അതിലെല്ലാം നമുക്ക് ആത്മസംതൃപ്തി ഇല്ലേ, ആ ഗുരുത്വമില്ലേ? അപ്പൊ അല്ലാതെ നീ വേറെ എത്ര പൈസ ഉണ്ടായെങ്കിൽ ഈ പൈസ നിങ്ങളുടെ അതിനപ്പുറത്തോട്ട് പോകും, 100% ഉറപ്പാ. അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആദ്യമേ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കൊടുക്കണേ ആ മാതാപിതാക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. അവര് നിങ്ങളെ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയില്ലേ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, പ്രവർത്തിച്ചില്ലേ? അവർക്ക് വയ്യാതായപ്പോ നമ്മൾക്ക് കിട്ടിയ വലിയ നിധി അവർക്ക് ആദ്യമേ കൊടുക്കുക. അപ്പൊ ദൈവം അപ്പുറത്ത് വലിയ നിധി നിങ്ങൾക്ക് തരും. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഒരു ലോജിക്കാണ്, അതെല്ലാവരെ കൊണ്ട് പറയാനായിട്ട് സാധിക്കത്തില്ല. തീർച്ചയായിട്ടും ദൈവത്തെ പോലെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ഇതിന്റെ രുചി അറിയാനായിട്ട് നമ്മൾ ഒരു അവസരം കൊടുക്കുക. അപ്പം തന്നെ ദൈവം അപ്പുറത്ത് ചെയ്തു തരും. മനസ്സിലായില്ല? അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിയിലെ മക്കൾ ഉൾപ്പെടെ, മക്കൾക്കൊക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്മ്യൂണിറ്റി പവറാ. ആരംഭത്തിൽ തന്നെ അവർ നല്ല ഐക്യു ഡെവലപ്പ് ചെയ്യും. അവരുടെ ബ്രെയിൻ സെൽസ് നല്ല ഫങ്ഷൻ ആയിരിക്കും. ഇത് എനിക്ക് അറിയാം, എനിക്കൊരു കേസ് ഞാനിവിടെ കൊടുത്തത് ഹൈപ്പർ ആക്ടിവിറ്റി ഓഫ് ചിൽഡ്രൻസ് എന്ന് പറയും. എന്നുവെച്ചാൽ ഹൈപ്പർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവര് കൊച്ചു പിള്ളേര് വികൃതിയുമായിട്ട് ഓടി നടക്കുക, ചാടുക, അങ്ങോട്ട് പോവുക, വർത്താനം പറയുക, അങ്ങനെയുണ്ട് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുക. അതിന്റെ ഇംഗ്ലീഷ് ഞാൻ പേര് വന്ന്. ആ പിള്ളേർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റാ. ഗ്രാജുവലി അവരുടെ നോർമലൈസേഷൻ ആവും, അവരുടെ ക്യാരക്ടർ, അവരുടെ ബോഡി ആക്ടിവിറ്റീസ്, അവരുടെ എഫക്റ്റ് എല്ലാം നോർമൽ ആവും. അതുകൊണ്ട് ഓട്ടിസം ഇതിനെല്ലാം നല്ലതാണ്. ഇത് ഒരു അസുഖത്തിന് വേണ്ടിയല്ല അല്ലെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ബോഡിയിൽ ഏതെല്ലാം ഇൽനെസ് ഉണ്ടോ, ഏതെല്ലാം ഇൽനെസ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ അതെല്ലാം വെൽനെസ്സിലോട്ട് മാറ്റും ഗ്രാജുവലി. പെട്ടെന്നൊന്നും വരത്തില്ല. ഓരോ ബോഡിയിലും ഓരോ രീതിയിലാണ് ചേഞ്ചസ് വരുന്നത്. ഡയബറ്റിക് കേസുകളിലൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഡയബറ്റിക് മുഖാന്തരം എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതിനായ ഇൽനെസ് വ്യത്യാസമായിരിക്കും. പക്ഷെ ഡയബറ്റിക്കിന്റെ റീഡിങ്സും ഇപ്പോഴും മാർക്കഡായിട്ട് മാറിയിട്ടില്ല. അപ്പം അതൊക്കെ എന്നെ ക്രോണിക്ക 35 വർഷം തൊട്ടുള്ള എന്റെ ഡയബറ്റിക്. പക്ഷെ അതിൽ നിന്നുള്ള ഒരു വിടുതൽ എനിക്ക് നല്ലപോലെ ഇപ്പം തന്നെ സംസാരിക്കാനും ആഹാരം കഴിക്കാനും വർക്ക് ചെയ്യാനും ബുദ്ധിയും നോളജ് എല്ലാം വന്നു. പക്ഷെ റീഡിങ്ങിൽ വ്യത്യാസം വന്നിട്ടില്ല. അത് പക്ഷെ ചിലർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റിസൾട്ട് കിട്ടണം, നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടണം എന്ന് പറയുന്നത് കാര്യം. ഇനി തൽക്കാലം നിർത്തുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ഈ ബയോടെർത്തി കയറിയപ്പം എനിക്കറിയാം നമ്മുടെ ഈ മെമ്പേഴ്സിനെല്ലാം ഈ സ്നേഹം കൂടിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇങ്ങനെ കയറി വന്നത്. അപ്പൊ നമ്മുടെ സ്വഭാവത്തിന്, നമ്മുടെ ജീവിത ശൈലിയെ, നമ്മുടെ ജീവിതത്തെ എല്ലാം നോർമലൈസേഷൻ ഓഫ് ഹ്യൂമൻ ബോഡി ചുരുക്കം പറയുന്നത്. നോർമലൈസേഷൻ ഓഫ് ഒരു ജീവിതത്തെ, ഒരു മനുഷ്യ ശരീരത്തെ എല്ലാ രീതിയിലും നോർമലാക്കാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ്, പറ്റിയ ഒരു സാങ്കേതിക വിദ്യ ഇന്ന് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് അതാണ് നമ്മുടെ വിലപ്പെട്ട ഈ ബയോട്ടോറിയം. താങ്ക്സ് ടു സാഗർ ജോഷി, മനോജ് സർ, താങ്ക്സ് ടു ഓൾ. ഗോഡ് ബ്ലെസ് എവരിബഡി. താങ്ക് യു. രാജു സാർ സംസാരിക്കുമ്പോ 5 വർഷം ഒക്കെ പഠിച്ചാലാ നമ്മളൊരു ഡോക്ടർ ആവണത്. അതും എന്തോരം കാശ് ചെലവാക്കി. നമ്മുടെ ഈ സൂമില് ഡെയിലി നമ്മൾ കയറുമ്പോ ഓരോരുത്തരിൽ നിന്ന് കിട്ടുന്ന ക്ലാസ് നമുക്ക് എന്തെല്ലാം അറിവുകളാ തരുന്നത്. ഇന്നിപ്പോ ഡോക്ടർ സംസാരിച്ചപ്പോ നമുക്ക് ബോഡിയെ കുറിച്ച് എന്തെല്ലാം പഠിക്കാൻ പറ്റി. അപ്പൊ ഞാൻ എന്താ പറയാ, ഞാൻ ഇനി നമ്മുടെ ഗ്രേറ്റ് ലീഡറായ നമ്മുടെ മനോജ് സാർ, ഇതിലും കൂടുതൽ നമുക്ക് എനർജി ഓരോരുത്തർക്കും എന്നും രാവിലെ വർക്ക് ചെയ്യാനുള്ള എനർജി വാരിക്കോരി തരുന്ന നമ്മുടെ മനോജ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ താങ്ക് യു ഗീത മാഡം. താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ രാജു സാറാണ് നമ്മളായിട്ട് സംബന്ധിച്ചത്. കുറച്ചു നാളായിട്ട് രാജു സാർ കുറച്ച് തിരക്കിലായിരുന്നു, പലപ്പോഴും ചെയ്യാന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മള് രാജു സാർ ഇവിടെ പറഞ്ഞു, രാജു സാറിനെ കുറിച്ച് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ ബയോട്ടോറിയത്തിന്റെ ഒരു അഭിമാനമാണ് രാജു സാർ എന്ന് പറയുന്നത്. നമ്മുടെ KBCയുടെ വലിയൊരു എന്താ പറയാ ഒരു അസറ്റാണ് രാജു സാറ്. രാജു സാറിനെ കുറിച്ച് പറയുമ്പോൾ രാജു സാറ് പറഞ്ഞു, അല്ലേ, ഒരു സുഹൃത്ത് എന്നിട്ട് ഇങ്ങനെ പ്രൊഡക്റ്റ് വേണോന്ന് ചോദിച്ചു, പൈസയൊന്നും ചോദിച്ചില്ല, അല്ലേ സാറ്?
പ്രൊഡക്റ്റ് കൊടുക്കുകയും ചെയ്തു. എൻ്റെ ഒരു സുഹൃത്ത് ശ്യാമാണ് അവിടെ ചെല്ലുന്നത്. ശ്യാം ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല, കാരണം ഇത് പറവകളാണ്, പറവകൾ ഇങ്ങനെ പറന്ന് പോവുമല്ലോ. ഇപ്പൊ അദ്ദേഹം വേറെ ബിസിനസ്സിലാണ്, അവിടെ നിന്ന് വേറെ ബിസിനസ്സിലേക്ക് പോയി. അപ്പോ ശ്യാം എന്നെ വിളിച്ചിരുന്നു. ശ്യാം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ഞാൻ ഇങ്ങനെ ഒരു ഡോക്ടറെ അടുത്തേക്ക് പോവാണ്, ഞാൻ അവിടെ എത്തി എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഞാൻ അപ്പോഴും വിളിക്കും സാറിന്, അപ്പൊ സാറ് ഫോൺ എടുത്തോളണം, എന്റെ ഫോൺ കണ്ട അപ്പൊ എടുത്തോളണം കേട്ടാന്ന്. ഏത് മീറ്റിംഗ് എടുക്കണമെന്നാണ്. ഞാൻ നീ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ശ്യാം അവിടെ പോയി, ശ്യാമിന്റെ കോളൊന്നും കാണുന്നില്ല. കുറെ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു, ആ സാർ ഒന്നും ചോദിച്ചില്ല കേട്ടോ സാറേ, ഓർഡർ ആയിട്ടുണ്ട്, നാളെ രാവിലെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, പ്രീമിയം. ഞാൻ പ്രീമിയം തന്നെ കൊടുക്കണേ, ആ പ്രീമിയത്തിന്റെ ഓർഡർ ആയിട്ടുണ്ട്, കാശിനൊന്നും കുഴപ്പമില്ല സാറിന് എന്ന് പറഞ്ഞു. അവന് ശരി ഓക്കെ. പിറ്റേ ദിവസം പ്രീമിയം പ്രൊഡക്റ്റും കൊണ്ടുപോകുമ്പോ എന്നെ വിളിച്ചു. എന്ത് പറഞ്ഞു, സാറേ എനിക്ക് കൊണ്ടുപോകുമ്പോ എന്തെങ്കിലും ചോദിക്കുവോ? ഞാൻ ഈ ധൈര്യമായിട്ട് വിളിക്കുക, എന്നെ വിളിച്ചാൽ മതി പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് പ്രൊഡക്റ്റ് കൊടുത്തു. സാർ ഒന്നും ചോദിച്ചില്ല. സാറിന് മാഗ്നറ്റിസത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാം അല്ലേ? അതാണ് ഹ്യൂമൻ ബോഡിയിലല്ല, പ്രകൃതിയുടെ മാഗ്നറ്റിസത്തിനെ കുറിച്ച് സാറിന് നന്നായിട്ട് അറിയാം. അപ്പൊ സാർ ഒന്നും ചോദിച്ചില്ല. സാറ് വയ്യാതിരിക്കുകയായിരുന്നു. സാറിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല്, ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല്, അന്ത്യകൂദാശ കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് വന്ന വ്യക്തിയാണ്. ആലോചിച്ച് നോക്കണം, ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്ന് പറയണല്ലേ. ദൈവം ചില ആളുകളെ ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആരും വിചാരിച്ചാലും തകർത്താൻ പറ്റില്ല കേട്ടോ. അത് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും അല്ലെ, സ്പിരിച്വലായിട്ടും എല്ലാം ദൈവത്തിന്റെ കരങ്ങൾക്കുള്ള ശക്തി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ. നിങ്ങളെല്ലാം വിട്ടിട്ട് നിങ്ങൾ ദൈവത്തിലേക്ക് സമർപ്പിച്ചോളൂ, നിങ്ങളെ ദൈവം ഇങ്ങനെ പിടിച്ചുയർത്തിക്കൊണ്ടിരിക്കും, ഒരു സംശയം വേണ്ട. നല്ലൊരു വിശ്വാസിയാകുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. മനസ്സിലായ? ഒരു വിശ്വാസിക്ക് മാത്രമേ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു സംശയമില്ല കാര്യത്തിൽ, ഒരു സംശയം വേണ്ട. വിശ്വാസം ഇല്ലാത്ത ആളുകൾ അവസാനം കുറച്ച് നല്ല ലെവലിലേക്കും വിശ്വാസത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് അനുഭവമുണ്ട്. അവിടെ ഞാൻ പറഞ്ഞു വന്നത്, രാജ് സാർ എല്ലാം അവിടെ നിന്ന് വന്ന് ഒരു ആരുടെയും സഹായം ഇല്ലാതെ എഴുന്നേറ്റ് നടക്കാൻ, ബാത്റൂമിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അത്ഭുതങ്ങളാണ് ദൈവം രാജ് സാറിൽ. ഓർമ്മശക്തി ഉണ്ടായിരുന്നില്ല, അറിയോ? ഇപ്പൊ എത്ര നേരം സംസാരിച്ചു സാറ്? ഓർമ്മശക്തി ഇല്ലാത്ത ആൾക്ക് സംസാരിക്കാൻ പറ്റുമോ? കണ്ടിന്യൂഷൻ കിട്ടുമോ? എന്താ പറയണമെന്ന് ബോധ്യം ഉണ്ടാവോ? ഓർമ്മശക്തി പോലും നഷ്ടപ്പെട്ടിരുന്നു രാജ് സാർ. അങ്ങനെ ഞാനൊരു ദിവസം അവിടെ വിസിറ്റ് ചെയ്യാണ് രാജ് സാറിന്റെ വീട്ടില്. അങ്ങനെ അവിടെ ചെന്നപ്പോ എന്നെ അറിയില്ലോ, അത് ഒരാൾ വന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്നാണ് ഞാൻ ഒന്നും കൂടി കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് സാറിന്. ഈ കയ്യിൽ കെട്ടേണ്ടതും വെള്ളം കുടിക്കേണ്ടതും ഇതിന്റെ ഡെമോ ഒന്നും സാറ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മകൾ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. മകൾക്ക് ഇങ്ങോട്ട് ഡെപ്യൂട്ടേഷൻ കിട്ടി. IBM-ലാണ് വർക്ക് ചെയ്യുന്നത്, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മകളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിന്റെ ഡെമോ ഒക്കെ കാണിച്ചു കൊടുത്തപ്പോ മകൾക്കും കുറച്ചൊക്കെ വിശ്വാസം വന്നു. വൈഫിന് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഉഷാ മേഡത്തിന്. എന്നാൽ ഏറ്റവും നല്ല റിസൾട്ട് ഉഷാ മേഡത്തിന് കിട്ടിയാട്ടോ. അവരുടെ ബാക്ക് പെയിൻ, എത്രയോ വർഷങ്ങളായിട്ടുള്ള ബാക്ക് പെയിൻ, അതൊക്കെ അപാര റിസൾട്ടാണ്. ഒരു ദിവസം മേഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു, യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല. 3 മാസം കൂടുമ്പോ ആയുർവേദ തെറാപ്പിയാണ്. 3 മാസം കൂടുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ അത്രയും പ്രശ്നങ്ങൾക്കൊക്കെ ഇത് അടിപൊളി റിസൾട്ട് കിട്ടി. ഡെമോ ഒക്കെ കാണിച്ചു കൊടുത്തു, മകൾക്കും ഇഷ്ടപ്പെട്ടു. അടുത്ത ഓർഡറുകൾ കിട്ടി. ഇന്ന് ഏകദേശം 5 ലക്ഷം രൂപയുടെ പിക്കപ്പ് സെന്റർ രാജു സാർ എടുത്തിട്ടുണ്ട്. 5 ലക്ഷം രൂപ. വീട്ടിന്റെ മുമ്പിലുള്ള ഒരു വലിയ ഓഫീസ് സമുച്ചയമുണ്ട് വീട്ടിന്റെ മുമ്പിൽ. അവിടെ വലിയ നമ്മള് അടിപൊളിയായിട്ട് നല്ല സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട്, കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും നല്ലൊരു പിക്കപ്പ് സെന്ററിന്റെ ഓഫീസ് കേരളത്തിൽ വേറെ ഉണ്ടാവില്ല. നിങ്ങൾ ആരെങ്കിലും പത്തനാപുരം ഭാഗത്തേക്ക് പോവാണെങ്കിൽ ഒന്ന് ചെന്ന് നോക്കണം കേട്ടോ. അത്ര അടിപൊളിയായിട്ട് അത് അവിടെ സജ്ജീകരിച്ചു. എല്ലാ പ്രൊഡക്റ്റുകളും വളരെ സജീവമായിട്ട് അവിടെ വെച്ചു. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ സാധിച്ചത്? ദൈവം അദ്ദേഹത്തിലേക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയപ്പോ, ഇത് ഉപയോഗിച്ചപ്പോ ഒരു പുനർജന്മമാണ് കൊടുത്തത്. പുനർജന്മം. ഞാൻ ഒരു ദിവസം രാജു സാറിന്റെ വീട്ടിൽ ഒരു പ്രോഗ്രാം വെച്ചിരുന്നു. അവിടെയുള്ള കുറെ ആളുകൾ വന്നു, നാട്ടുകാരായ ആളുകളൊക്കെ വിളിച്ചിട്ട് വന്നു. അപ്പൊ രാജു സാറ്, നാട്ടുകാർ പറഞ്ഞെന്തല്ലേ, ഞങ്ങളൊക്കെ മുന്തിരി ഓറഞ്ചൊക്കെ കൊണ്ടുവന്നതാണ് സാറേ സാറിനെ കാണാൻ വേണ്ടി. കാരണം അത്രയും കണ്ടീഷനിലേക്ക് ആയിപ്പോയിരുന്നു സാറ്. ഇപ്പൊ സാറ് ബുള്ളറ്റ് ഓടിച്ച് പറക്കുമ്പോഴാണ് നാട്ടുകാർക്ക് അത്ഭുതം. രാജു സാറ് എന്താണ് നിങ്ങൾക്ക് എങ്ങനെ ഈ പുനർജന്മം കിട്ടിയെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. അപ്പൊ ഒറ്റ ഉത്തരേ ഉള്ളൂ, ഈ ബയോട്ടോറിയം. മനസ്സിലായ? ഈ ബയോട്ടോറിയം, വേറെ ഉത്തരവൊന്നുമില്ല. ഈ ബയോട്ടോറിയം, ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോ ഒരു പുനർജന്മം കിട്ടിയ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിലെ 71 വയസ്സുള്ള രാജു സാർ ഇപ്പൊ 17 വയസ്സിന്റെ യൗവനത്തിലേക്ക് ബയോമാഗ്നറ്റിക് പ്രൊഡക്ട്സ്, ഈ ബയോട്ടോറിയത്തിന്റെ പവറാണ്. ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. വേറെ ഒരു പ്രൊഡക്റ്റിന് ഇത്രയും റിസൾട്ട് കൊടുക്കാൻ പറ്റില്ല അല്ലേ? സാറിവിടെ പറഞ്ഞു, ഭൂമിയിൽ നിന്ന് കിട്ടുന്ന മാഗ്നറ്റിസം അല്ലെ, അതുപോലെ തന്നെ വായു, വെള്ളം, ഭക്ഷണം ഒക്കെ പൊല്യൂട്ടഡ് ആണ്. അതുകൊണ്ട് അതിനേക്കാളും വലിയൊരു പൊല്യൂഷൻ ഉണ്ട് ഇവിടെ. റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു കുടയുണ്ട് അല്ലേ? ഈ റേഡിയേഷൻ എന്ന് പറയുന്ന കുടയാണ് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് റേഡിയേഷൻ. അപ്പൊ ആ റേഡിയേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ആ റേഡിയേഷൻ നമ്മൾ അറിയാതെ നമ്മുടെ ഓരോ ഓർഗൻസിനെയും എന്ത് ചെയ്യും?
നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന് വേറെ മരുന്നൊന്നുമില്ല റേഡിയേഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ റേഡിയേഷൻ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് ഈ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. 24 മണിക്കൂറും നിങ്ങളുടെ കയ്യിലുണ്ടാകണം. കുളിക്കാൻ പോകുന്ന നേരത്ത് മാത്രം, കുളിച്ചു കഴിഞ്ഞ് വന്ന ഉടനെ ആദ്യം ഇത് കെട്ടിയിട്ട് പോകാം മതി അടുത്ത പണി. മനസ്സിലായ? അത്രയും പവർഫുൾ ആണ് റേഡിയേഷൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതേ രീതിയിൽ ഉപയോഗിച്ചു അടിപൊളിയായ നിരവധി ആളുകൾക്ക് VVIPസിനൊക്കെ രാജു സാറിന് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മർത്തോമാ സഭയുടെ പരമാധ്യക്ഷന് പോലും ഞങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്നെ സാറ് വിളിക്കുകയും പരമാധ്യക്ഷനുമായിട്ട് സംസാരിക്കാനും അല്ലെ അവരുടെ ഒരു പ്രാർത്ഥന പോലും ഞങ്ങൾക്ക് വേണ്ടി ഈ പ്രൊഡക്റ്റിനും കമ്പനിക്കും വേണ്ടിയിട്ട് തിരുമേനി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. വളരെ ഒരു സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അതൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവരെ കാണാനും അനുഗ്രഹം വാങ്ങിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ സാറിന്റെ പള്ളിയിലേക്കൊക്കെ പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒത്തിരി ബന്ധങ്ങൾ ഞങ്ങളിപ്പോ ഒരു വലിയൊരു എന്താ പറയാ ഒരു കുടുംബ ബന്ധം പോലെ, അതിനേക്കാൾ വലിയ അതിശക്തമായ ബന്ധം. ആ ഭാഗത്തേക്ക് പോയാൽ സാറിന്റെ വീട്ടിൽ പോകാനും താമസിക്കാനും ഒക്കെയുള്ള ഒരു നിർബന്ധം സാർ എന്നോട് ഇരുത്താറുണ്ട്. ഒരു സഹോദരനെ പോലെ ഞാനത് പലപ്പോഴും ഏറ്റെടുത്ത് നടത്താറുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു കുടുംബമാണ്, വലിയൊരു കുടുംബമാണ് നമ്മള് ഇവിടെ ചെയ്യുന്നത്. ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തനമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും ചാരിറ്റി വേറെ ഒന്നുമില്ല. ഒരാൾക്ക് 100 രൂപയോ 1000 രൂപയോ 10,000 രൂപയോ കൊടുക്കുന്നതല്ല ചാരിറ്റി. അതിനേക്കാൾ എത്രയോ അസുഖങ്ങൾ കൊണ്ട് അല്ലെ കണ്ണീർ കയങ്ങളായ വീടുകളുണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ ഗ്രാമങ്ങളിൽ. അവിടെയൊക്കെ ചെന്ന് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്കൊരു പുനർജന്മം നൽകുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പുണ്യം വേറെ ഒന്നും കിട്ടാനില്ല. അങ്ങനെ നിരവധി ആളുകളിലേക്ക് രാജു സാർ എല്ലാവരും നിങ്ങൾ ഓരോരുത്തർ ഇറങ്ങി ചെല്ലുന്നുണ്ട്. ഇനിയും കൂടുതൽ ആവേശത്തോടെ അങ്ങനെ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാനും ഇതിന്റെ സയൻസ് പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ നമ്മൾ ശ്രമിക്കണം. പെട്ടെന്ന് ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ ഇന്നിപ്പോ ആളുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അപൂർവമായിട്ട് 3-4 പേരെങ്കിലും നമ്മുടെ റിസ്റ്റ് ബാൻഡ് ഇങ്ങനെ കയ്യിൽ കെട്ടി നടക്കുന്ന ആളുകളെ കാണാൻ വേണ്ടി തുടങ്ങി. പിന്നെ കയ്യിൽ കെട്ടി നിങ്ങൾ പോവാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഓടി വരും നിങ്ങളുടെ അടുത്തേക്ക്. വേട്ടോറിയാണ് അല്ലെ, എന്താണ് പേര്, എവിടെയാണ് അല്ലെ എന്ന് ചോദിച്ച് ഇങ്ങോട്ട് പരിചയപ്പെടാൻ വരുന്ന ഒരു സാഹചര്യം ഇപ്പം മൊത്തത്തിലുണ്ട്. അത് ക്രമേണ മാറും. ഒരു സംശയം വേണ്ട. ഒരു 3-4 വർഷമൊക്കെ കഴിഞ്ഞാൽ ഇതില്ലാത്ത ഒരു എന്താ പറയാ ഒരു മോശക്കാരനായിട്ട് മാറും. അപ്പൊ ഇതുള്ളവൻ കൈ കെട്ടിയവൻ എന്തോ മോശക്കാരനാണ്, എന്തോ കൊള്ളാത്തവനാണ്. ഒരു 3-4 വർഷം കഴിയുമ്പോ ഇത് ഇല്ലെങ്കിൽ അവൻ മോശക്കാരനായിട്ട് മാറുന്ന ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ വളരാൻ വേണ്ടി പോകുന്നത് തിരിച്ചറിയാം. ഇത് നിർബന്ധമായി മാറും. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക. സാറ് പറഞ്ഞ രീതിയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യണം. കുട്ടികളുടെ IQ EQ ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റീസ് അല്ലെ, അതാണ് EQ അല്ലെ, ഇമോഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, IQ ഇന്റലിജൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓർമ്മശക്തി കൂടും, ബുദ്ധിശക്തി കൂടും, അവരുടെ ക്ഷമ കൂടും. അതുപോലെ നമുക്ക് മനുഷ്യർക്കായ അതിലെ പ്രായപൂർത്തിയായ നമുക്കാണ് ഇങ്ങനെയാണ്. കുറെ കഴിയുമ്പോൾ നമ്മുടെ ക്ഷമയൊക്കെ വളരെ കൂടുന്നതായിട്ട് ഇതിനകത്ത് കാണാൻ സാധിക്കും. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകൾക്ക് മെല്ലെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല ക്ഷമാശീലനായിട്ട് മാറുന്ന ഒരു അവസ്ഥ നമുക്കുണ്ട്. കുട്ടികൾക്ക് നല്ല പഠിത്തത്തിൽ നല്ല സാധ്യതയുണ്ട്. നല്ല മാർക്ക് ഇതോട് അനുബന്ധിച്ച് വാങ്ങി ഉപയോഗിച്ച കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ട് രാജ് സാറിന്റെ പേരെ കുട്ടികൾക്കൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. പഠിക്കൊന്നും വേണ്ട, അവർക്ക് വീട്ടിലൊന്നും വന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. ക്ലാസ് എന്ന് കേട്ട അതേ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോയിട്ട് 100-ൽ 100 മാർക്കും. ആദ്യം വന്നപ്പോൾ കുട്ടികൾക്ക് ഇവിടുത്തെ അമേരിക്കൻ സിലബസ് ഇന്ത്യൻ സിലബസ് തമ്മിലുള്ള വ്യത്യാസം കൊണ്ട് മാർക്ക് വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ആകുമ്പോഴേക്കും മാർക്ക് കൂടാൻ തുടങ്ങി. നല്ല മാർക്കിലേക്ക് 100-ൽ 90-ഉം 99-ഉം 100 മാർക്ക് കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റിനെ എത്താൻ പറ്റും. ബ്രെയിൻ പവർ എത്ര എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എല്ലാത്തിനും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. ഇത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എന്തായാലും നമുക്ക് വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ച നമ്മുടെ എല്ലാം സ്വകാര്യ അഹങ്കാരമായ പ്രിയപ്പെട്ട ഡോക്ടർ രാജു സാറിനും ടീമിനും നല്ലൊരു വിജയാശംസകൾ ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. ഇനിയും 100 കണക്കിന് ആളുകളിലേക്ക് ഇത് രാജു സാറിന് എത്തിക്കാൻ വേണ്ടി സാധിക്കട്ടെ. അമേരിക്കയിലേക്ക് നിരവധി പ്രൊഡക്റ്റുകൾ രാജു സാർ കൊടുത്തിട്ടുണ്ട്. മക്കൾ അവിടെയുണ്ട്, ഫാമിലീസ് ഉണ്ട്, അവിടെ ബന്ധുക്കളുണ്ട്. ഒത്തിരി ആളുകൾക്ക് രാജു സാർ അവിടെയൊക്കെ ഈ പ്രൊഡക്റ്റ് വിതരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ കാനഡ, ഓസ്ട്രേലിയ, പല നിരവധി വിദേശ രാജ്യങ്ങളിലേക്ക് ഈ പ്രൊഡക്റ്റ് എത്തിക്കാൻ വേണ്ടിയിട്ട് രാജു സാറിന് സാധിച്ചിട്ടുണ്ട്. രാജു സാറിന്റെ കൂടെ കട്ടക്ക് ഉഷാ മേഡവും വളരെ സജീവമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. മക്കളും നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു കുടുംബ ബിസിനസ് ആയിട്ട്, ബിസിനസ് എന്ന് ഇന്നെ പറയുന്നില്ലെങ്കിലും രണ്ടർത്ഥം ഉണ്ടല്ലോ എന്തായാലും അല്ലെ, ഒരു ബിസിനസ്സും കൂടി ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ആരോഗ്യം മാത്രം പോരാ, നമുക്ക് ആവശ്യത്തിന് പണവും വേണം. അപ്പൊ ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും സമാധാനവും നൽകുന്ന ഈ അവസരത്തെ നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നല്ലൊരു മനസ്സും ശക്തിയും ഊർജവും ആവേശവും എല്ലാം ഈശ്വരൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി രാജു സാറിനും കുടുംബത്തിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിജയാശംസകളോട്